നമ്മെ വിടുവിച്ച, നമ്മെ രക്ഷിച്ച, നമുക്ക് നിത്യജീവൻ ഒരുക്കിയ യേശു കർത്താവിനെ ഉയർത്തുവാനും ലഭ്യമായ എല്ലാ നല്ല അവസരങ്ങൾക്ക് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഈ ദേശത്ത് ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്ന ദൈവസഭ, ഈ ദേശത്തിൻ്റെ ആത്മീക നവോത്ഥാനത്തിനായിട്ട് ദൈവം ഉപയോഗിക്കുന്ന അഭിഷക്തന്മാർ, ഈ നിവേദിയിലായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യന്മാരായ ദൈവവൃത്യന്മാർ, ഈ ആരാധനാ ശുശ്രൂഷ നയിക്കുന്ന ശുശ്രൂഷകർ, കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനം എല്ലാവരെയും ഞാൻ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു, നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാത്രി നമ്മെ ജീവിപ്പിക്കുന്ന ദൈവവചനത്തിൻ്റെ സത്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ ജീവിപ്പിക്കും. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത, ഈ വചനം ആര് വിശ്വസിക്കുന്നോ അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ വചനം വെളിപ്പെട്ടു വരും. അങ്ങനെ വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച്. ഞങ്ങൾ പ്രസംഗിക്കുന്നത് ക്രിസ്തീയ മതത്തിൻ്റെ എഴുതപ്പെട്ട എന്തോ നിയമങ്ങളല്ല. ഇന്ന് രാത്രി അരവിന്ദ് മോഹൻ പ്രസംഗിക്കുന്നത് ക്രിസ്തുവിനെ കുറിച്ചാണ്. ആമേൻ. ഞാൻ ക്രിസ്തീയ മതത്തിൻ്റെ പ്രചാരകനല്ല. ഞാൻ യാതൊരു പാരമ്പര്യത്തിൻ്റെയും പ്രചാരകനല്ല. ഞാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ വന്നതാണ്. ക്രിസ്ത്യാനിത്വത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. അത് ക്രിസ്തു പറഞ്ഞ സുവിശേഷമാണ്. ക്രിസ്തു നമ്മുടെ മുമ്പിൽ ജീവിച്ച സുവിശേഷമാണ്. ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന സുവിശേഷമാണ്. ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ഈ രാത്രി നമ്മൾ ഈ പട്ടണത്തിൽ ഉയർത്തുമ്പോൾ ക്രിസ്തു എന്താണോ നമ്മോട് പറഞ്ഞത് അത് ഈ ദേശത്ത് സംഭവിക്കും. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ജാതീയ മണ്ണുകളിൽ പ്രസംഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജാതീയ പട്ടണങ്ങളിൽ സുവിശേഷം എത്തിച്ച ഒരു മനുഷ്യനാണ് അപ്പോസ്തലനായ പൗലോസ്. അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രസക്തമായ ഭാഗം വിശ്വസിക്കുന്നവർ ക്രിസ്ത്യാനിയാകണമെന്നല്ല, വിശ്വസിക്കുന്നവർ ക്രിസ്തുവിനെ പോലാകണമെന്നാണ്. നിങ്ങളത് വിശ്വസിക്കുന്നെങ്കിൽ ഒരു ഹല്ലേലൂയ പറയണം. ഇന്ന് രാത്രിയും ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം ആരെയും മതം മാറ്റുന്ന സുവിശേഷമല്ല, ആരുടെയും ജാതി മാറ്റുന്ന സുവിശേഷമല്ല. വിശ്വസിക്കുന്നവനെ യേശുവിനെ പോലാക്കുന്ന സുവിശേഷമാണ്. ഈ ദൈവത്തിൻ്റെ വചനത്തെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഈ രാത്രി നമ്മൾ ഈ പട്ടണത്തോടും കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളോടും ഒരുപോലെ നമ്മെ വിടുവിക്കുന്ന, രൂപാന്തരപ്പെടുത്തുന്ന അതിശ്രേഷ്ഠമായ ദൈവവചനം നമ്മെ വിടുവിക്കുമെന്ന വിശ്വാസത്തോടെ ഈ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് നയിക്കുന്ന ശുശ്രൂഷയാണ്. ഇവിടെ ആര് പ്രസംഗിക്കുന്നു, എത്ര നന്നായി പ്രസംഗിക്കുന്നു, ഇതൊന്നുമല്ല ഒരു പ്രസംഗകൻ്റെ വാക്കോ ഒരു പ്രസംഗകൻ്റെ വാക്ചാതുര്യമോ അല്ല ജനത്തെ വിടുവിക്കുന്നത്. അദ്ദേഹം പറയുന്ന വചനത്തിനകത്ത് വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം, പരിശുദ്ധാത്മാവ്. ദൈവ സാന്നിധ്യത്തിനല്ലാതെ ആരെയും രൂപാന്തരപ്പെടുത്താൻ കഴിയില്ല. ദൈവ സാന്നിധ്യത്തിനല്ലാതെ ആരെയും വിടുവിക്കുവാൻ കഴിയില്ല. ഞാൻ ഈ രാത്രി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് എൻ്റെ ശുശ്രൂഷ പരിചയത്തിലല്ല, കഴിഞ്ഞ 11 വർഷമായി ദൈവം അയക്കുന്ന പട്ടണങ്ങൾ, ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, കർത്താവിൻ്റെ നാമത്തെ ഞാൻ ഉയർത്തുന്നു. പക്ഷെ ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിൽ ഞാൻ നിൽക്കുന്നത് ഈ 11 വർഷത്തെ പരിചയത്തിൽ ആശ്രയിച്ചല്ല. ഈ രാത്രി പുതിയ കാര്യങ്ങളെ ചെയ്യാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചിട്ടാണ്. എത്ര പേര് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുന്നു? എത്ര പേര് ഈ യോഗത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു? അങ്ങനെയുള്ളവർ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്കൊന്നും ഇവിടെ ചെയ്യാൻ കഴിയില്ല. ഇന്ന് രാത്രി വിശ്വസിച്ചുകൊണ്ട് അധരം തുറന്ന് ആമേൻ. അഭിഷേകമുള്ളവർ, അന്യഭാഷാവരമുള്ളവർ, പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചിട്ടുള്ളവരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഇത് മൗനമായിരിക്കുന്ന യോഗമല്ല, ഇത് നിന്നിട്ട് പോകുന്ന ഒരു യോഗമല്ല. ദൈവ സാന്നിധ്യം എനിക്കറിയാം പാസ്റ്റർ, ഞാൻ ദൈവ സാന്നിധ്യം അനുഭവിച്ചിട്ടുണ്ട്. ദൈവ സാന്നിധ്യമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. മരണകരമായ അവസ്ഥയിൽ നിന്ന് എന്നെ വിടുവിച്ചത് പരിശുദ്ധാത്മാവാണ്. എനിക്ക് നന്നായി പരിശുദ്ധാത്മാവിനെ അറിയാം എന്നൊക്കെ അനുഭവിച്ചിട്ടുള്ളവർ
ആ ശബ്ദം ഒന്ന് ഉയർത്തി. ഇവിടെ ഇങ്ങനൊരു ആരാധന നടക്കുന്നെന്ന് ഈ അയൽവക്കക്കാർ അറിയട്ടെ. ഇവിടെ കൂടിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരാന്ന് ഈ ദേശം ഒന്ന് അറിയട്ടെ. ഇത് കുറേ ആൾക്കാരെ കൂട്ടിയിരുത്തിക്കൊണ്ട് എന്തോ കാണിച്ചു കൂട്ടുന്ന യോഗമല്ല. ഇത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെയും ശക്തിയും സ്വീകരിച്ചവർ ഒരുമിച്ച് വന്ന് ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ ദേശത്ത് വ്യാപരിക്കുന്ന പാപശക്തിയെ റദ്ദാക്കാൻ, ജനത്തെ വഞ്ചിക്കുന്ന മതത്തിൻ്റെ വഞ്ചനകളെ അഴിക്കാൻ, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട മനുഷ്യന് സ്വാതന്ത്ര്യം നൽകുന്ന സുവിശേഷത്തിൻ്റെ ശക്തിയെ നമ്മൾ ഒരുമിച്ച് ഈ ദേശത്ത് ഉയർത്തുകയാണ്. പരിശുദ്ധാത്മാവുള്ളവർ, അന്യഭാഷകളുള്ളവർ ലജ്ജിതരാകാതെ ദൈവത്തെ സ്തുതിക്കുക. ഇതൊരു പ്രോഗ്രാം അല്ല, ഇതൊരു വലിയ ശുശ്രൂഷയാണ്. ഇത് ഈ ദേശത്തെ തൊടാൻ ശക്തിയുള്ള ഒരു വലിയ ശുശ്രൂഷയാണ്. കാലാകാലങ്ങളായി അടിമനുഖത്തിൽ കിടക്കുന്ന ജനത്തെ വിടുവിച്ച് പുറത്തെടുക്കാൻ കഴിയുന്ന വലിയ സാധ്യതകളുള്ളൊരു ശുശ്രൂഷയാണ്. രോഗികളായി വന്നവരെ സൗഖ്യമാക്കി പറഞ്ഞയക്കാൻ ശക്തിയുള്ള യേശുവിൻ്റെ വചനത്തിൻ്റെ ശുശ്രൂഷയാണ്. സമാധാനം നഷ്ടപ്പെട്ടവർക്ക് നിത്യ സമാധാനം കൊടുക്കാൻ കഴിയുന്ന യേശുവിൻ്റെ ശുശ്രൂഷയാണ്. ബന്ധിതരെ മോചിപ്പിക്കുന്ന, കുരുട്ട് കണ്ണുകളെ തുറക്കുന്ന, രോഗികളെ സൗഖ്യമാക്കുന്ന, കാരാഗൃഹത്തിൽ കിടക്കുന്നവരെ വിടുവിക്കുന്ന, ചങ്ങലകളെ അഴിക്കുന്ന, ഓ ജീസസ്, യേശുവിൻ്റെ പ്രസാദ വർഷം വെളിപ്പെടുന്ന, സകലരെയും സ്വതന്ത്രമാക്കിയെടുക്കുന്ന ആ സുവിശേഷത്തിൻ്റെ ശക്തി എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. ഇത് സത്യമെന്ന് വിശ്വസിക്കുന്നവർ എൻ്റെ കൂടെ ഒന്ന് പാടണം. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. കുഞ്ഞാടേ വാഴ്ത്തുക, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. ശബ്ദം ഉയർത്തി. കുഞ്ഞാടേ വാഴ്ത്തുക, അവൻ ജീവൻ നൽകി. എല്ലാ മുട്ടും അടങ്ങും. അത് വിശ്വസിക്കുന്നവരാണോ ഇവിടെ ഉള്ളത്? എല്ലാ നാവും ചേർന്ന് പറയും. Love you Jesus. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം. സ്തുതിയും സ്തോത്രവും എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായോനേ. സ്തുതിയും സ്തോത്രവും ശാൽബ്രഖമയ സൈന്ററിയ എല്ലാ മുട്ടും അടങ്ങും, എല്ലാ മുട്ടും. പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷകളെ അങ്ങേറ്റെടുക്കണം. ഷാൽബ്രഖമയ സൈന്റോ റവോയോ സെറ്റേറിയ ഈ ദേശത്തെ പരിശുദ്ധമാവ് ഏറ്റെടുക്കണപ്പാ. ഈ വചനം ഇറങ്ങിച്ചെന്ന് ദേശത്തെ വിടുവിക്കുക. കർത്താവ് എന്നെ ഈ മണ്ണിൽ അയച്ചെങ്കിൽ ഒരു പ്രസംഗം നടത്തിയിട്ട് പോകാൻ വന്നതല്ല, ജനത്തെ വിടുവിക്കുവാൻ. ആയിരക്കണക്കിന് ജനത്തെ വിടുവിച്ച ദൈവ സുവിശേഷത്തിന്റെ ശക്തി ഇന്നിവിടെ വന്നിരിക്കുന്ന ദൈവജനം കാണുവാൻ, അവരത് അനുഭവിക്കുവാൻ, ഈ ദേശത്തിന് മേൽ യേശുവിന്റെ ജീവൻ വെളിപ്പെട്ടു വരുവാൻ ഞങ്ങൾ അഭിഷക്തന്മാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുക.
ഞങ്ങൾ അഭിഷക്തന്മാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഈ ദേശം വിടിവിക്കപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ദേശത്ത് ഒരാൾ പോലും നശിച്ചു പോകരുത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങ് ഞങ്ങളെ അറിയിച്ച ജീവന്റെ സുവിശേഷം അത് ഈ ദേശം അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മതത്തിനും ജാതിക്കും വർഗവർണ്ണ വിവേചനങ്ങൾക്കും അപ്പുറം മനുഷ്യനെ സ്നേഹിച്ച സുവിശേഷം, മനുഷ്യനെ വീണ്ടെടുത്ത സുവിശേഷം, മനുഷ്യന് നിത്യജീവൻ നൽകിയ രക്ഷ, അത് ഞങ്ങൾ ഈ ദേശത്തേക്ക് വെളിപ്പെടുത്തുകയാണ്. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ ദൈവമക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പലരും രക്ഷിക്കപ്പെട്ടു, വീണ്ടെടുക്കപ്പെട്ടു. പക്ഷേ പലരുടെയും ഭവനങ്ങളിൽ ഈ രക്ഷാനുഭവങ്ങളില്ല, രക്ഷയുടെ സന്തോഷമില്ല, രക്ഷയുടെ അവകാശങ്ങളില്ല. വിടിവിക്കപ്പെട്ടിട്ടും അടിമകളെപ്പോലെ ജീവിക്കുക. കർത്താവേ, ഞാൻ അനുഭവിച്ച രക്ഷയുടെ ശക്തി ഈ ദൈവമക്കളും അനുഭവിക്കട്ടെ. അകത്തും പുറത്തും ഒരുപോലെ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ ശക്തിയാൽ നിറയട്ടെ. ഞങ്ങളെ മഹാ അത്ഭുതങ്ങളെ വിശ്വസിക്കുന്നു. പ്രകൃത്യാതീതമായ കാര്യങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഞങ്ങൾ ഉയർത്തുന്നത് മതനേതാവിനെ അല്ല, മാനവലോകത്തിൻ്റെ രക്ഷകനെയാണ്. ഞങ്ങൾ ഉയർത്തുന്നത് തത്വജ്ഞാനിയല്ല, ജീവൻ തന്നവനെയാണ്. ഞങ്ങൾ ഉയർത്തുന്നത് ഒരു നേതാവിനെ അല്ല, മരണത്തെ ജയിച്ചവനെയാണ്. ആ കർത്താവിൻ്റെ നാമത്തെ ഞങ്ങൾ ഈ രാത്രി ഉയർത്തുമ്പോൾ ചെറിയ കാര്യങ്ങളൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, ചെറിയ കാര്യങ്ങളൊന്നും ഞാൻ പറയത്തുമില്ല. എൻ്റെ ദൈവം സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്. അവൻ അൽഫയും ഒമേഗയുമാണ്, ആദ്യനും അന്ത്യനുമാണ്. മരണത്തെ ജയിച്ചവനാണ്, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കയ്യിലെടുത്തവനാണ്. ഹോ ചാറബധനേ, ആ കർത്താവാണ് ഇന്ന് ഈ ദേശത്തിറങ്ങുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നവർ കരങ്ങൾ ചേർത്ത് അടിച്ച് അല്പ നിമിഷങ്ങൾ അതരം തുറന്ന് ഒരുമിച്ച് നിങ്ങൾ ആരെ ആരാധിക്കുന്നു, നിങ്ങൾ ആരെ സേവിക്കുന്നു, നിങ്ങളുടെ ദൈവം ആരാണ്, അവന്റെ നാമത്തിന് തക്ക മഹത്വം. പ്രാർത്ഥിക്കാനിരിക്കുന്നവന്റെ ശക്തിക്കനുസരിച്ചല്ല, ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം ദൈവത്തെ സ്തുതിക്കാൻ, ദൈവനാമത്തെ ഉയർത്തുവാൻ. നന്ദി കർത്താവേ, നന്ദി. അങ്ങയുടെ നാമം ഈ രാത്രി മഹിമപ്പെടട്ടെ. ആമേൻ. നല്ല ചിരിച്ചുകൊണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞു. ചിലർ ചിരിക്കുന്നില്ലല്ലോ. നമുക്ക് വേണ്ടി കർത്താവ് ചെയ്ത ദൈവത്തിൻ്റെ ഉപകാരങ്ങൾ എത്ര വലുതാണ് ഇത് നിങ്ങൾക്കറിയാമോ? ദൈവം മനുഷ്യന് വേണ്ടി ചെയ്തതുപോലെ വേറെ ആർക്കും ദൈവം ചെയ്തില്ല. ആമേൻ. സ്വർഗതലങ്ങളിലേക്ക് നിങ്ങൾ കയറി ചെന്നാൽ, ദൈവം വാസം ചെയ്യുന്ന വാസസ്ഥലങ്ങളിലേക്ക് നിങ്ങൾ നോക്കിയാൽ, അവിടെ എപ്പോഴും ആരാധനയാണ്, അവിടെ ഇടവിടാതെ സ്തുതിയാണ്. അവിടെ ദൈവത്തെ ആരാധിക്കുന്നത് സെറാഫുകളും ദൂതന്മാരുമാണ്. അവിടെ ആരാധന അവസാനിക്കുന്നില്ല, അവിടെ ആരാധന നടക്കുകയാണ്. അവരെപ്പോഴും ദൈവത്തെ ആരാധിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നു, എപ്പോഴും ദൈവത്തെ ആരാധിക്കാൻ ദൈവം അവർക്ക് വേണ്ടി എന്താണ് ചെയ്തത്? എപ്പോഴും ദൈവത്തെ സ്തുതിക്കാൻ അവർക്ക് വേണ്ടി നമ്മുടെ ദൈവം എന്താ ചെയ്തത്? ദൂതന്മാരെ ദൈവം വീണ്ടെടുത്തില്ല, ദൂതന്മാർക്ക് വേണ്ടി രക്ഷ ഒരുക്കിയില്ല, ദൂതന്മാർക്ക് സൗഖ്യം കൊടുത്തില്ല, ദൂതന്മാർക്കും സെറാഫുകൾക്കും വേണ്ടി ദൈവത്തിൻ്റെ പുത്രൻ തൻ്റെ രക്തം ചിന്തിയില്ല, ദൂതന്മാരെ അനുഗ്രഹിച്ചില്ല, അവരെ ദിവസം പ്രതി ഉയർത്തിയില്ല. അവർക്കൊന്നും ചെയ്തില്ല. അവർക്ക് നമുക്ക് വേണ്ടി ദൈവം ചെയ്തതിൻ്റെ 1% പോലും അവർക്ക് വേണ്ടി ചെയ്തില്ല. എന്നിട്ടും അവർ ദൈവത്തെ ആരാധിക്കുന്നു.
നമുക്കോ? നമുക്ക് വേണ്ടി ദൈവം ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം തൻ്റെ പുത്രനെ നമുക്ക് തന്നു എന്നതാണ്. അതിൽ സന്തോഷിക്കുന്ന എത്ര വിശ്വാസികൾ ഇവിടെ ഉണ്ട്? പലപ്പോഴും നമ്മുടെ വിഷയം, ഞാൻ ചോദിച്ചത് തന്നില്ല, ഞാൻ പ്രാർത്ഥിച്ചത് കിട്ടിയില്ല, ഞാൻ ഉപവസിച്ചിട്ടും അത് ലഭിച്ചില്ല, ഞാൻ ആഗ്രഹിച്ചത് തന്നില്ല, ഒക്കെ ശരിയായിരിക്കാം. പക്ഷെ ഈ രാത്രി നമ്മൾ ദൈവത്തെ ആരാധിക്കാനുള്ള ഒറ്റ കാരണം, ഞാനും നിങ്ങളും ചോദിച്ചത് ദൈവം തന്നു എന്നല്ല, ദൈവം തൻ്റെ പുത്രനെ നിനക്ക് തന്നു. കരമടിക്കാമെങ്കിൽ കരമടിച്ച് കർത്താവിനെ സ്തുതിക്ക്. അത് ഈ ദേശം കേൾക്കട്ടെ. ഈ ജനം കൈയടിക്കുന്നത് വീട് കിട്ടിയതുകൊണ്ടല്ല, ഈ ജനം കൈയടിക്കുന്നത് അത്ഭുതം കിട്ടിയതുകൊണ്ടല്ല, ഞങ്ങൾ ആരാധിക്കുന്നത് തൻ്റെ പുത്രനെ ദൈവം ഞങ്ങൾക്ക് തന്നതുകൊണ്ടാണ്. അപ്പൊ ദൂതന്മാർക്ക് ഇതൊന്നും ദൈവം ചെയ്തില്ല, പക്ഷെ അവരാരാധിക്കുക. എന്നാൽ നമുക്ക് ദൈവം ചെയ്തതുപോലെ വിലയേറിയൊരു കാര്യം വേറെ ആർക്കും ചെയ്തതുമില്ല. പക്ഷെ നമുക്ക് ആരാധിക്കാൻ വയ്യ, നമുക്ക് പാട്ട് പാടാൻ വയ്യ, നമുക്ക് കര ഉയർത്താൻ വയ്യ. പക്ഷെ ദൂതന്മാരെപ്പോഴും ആരാധിക്കുക. പിന്നെ നമുക്കുള്ളൊരു പ്രത്യാശ, നമ്മൾ സ്വർഗത്തിൽ പോകുമെന്നാണ്. അപ്പം അതിനകത്ത് മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട്. എന്തിനാണ് സ്വർഗത്തിൽ പോകുന്നത്? അവിടെ ആരാധന മാത്രമേ ഉള്ളൂ. ഇവിടെ 1 മണിക്കൂറോ അരമണിക്കൂറോ ആരാധിക്കാൻ കഴിയാത്ത നമ്മൾ, ആരാധനകൾ മാത്രമുള്ള ദൈവത്തിൻ്റെ സ്ഥലത്തേക്ക് പോകാനിരിക്കുക. ഈ രാത്രി ചില നഗ്ന സത്യങ്ങൾ നന്നായി മനസ്സിലാക്കണം. അപ്പൊ ദൂതന്മാർക്ക് വേണ്ടി യേശു വീണ്ടെടുപ്പ് ഒരുക്കിയില്ല, സെറാഫുകൾക്ക് വേണ്ടി യേശു രക്തം ചിന്തിയില്ല. പിന്നെ അവർ ആരാധിക്കുക. ഒരു മനുഷ്യൻ്റെ അകത്തുനിന്ന് ആരാധന വരുന്നത് ദൈവം എനിക്ക് എന്തു ചെയ്തു എന്നതിലല്ല, എൻ്റെ ദൈവം ആരാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ്. ഇത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞു. എൻ്റെ പ്രസംഗക്കുറിപ്പിനകത്തുള്ളൊരു നല്ല പ്രസംഗം നിങ്ങളെ കേൾപ്പിക്കാൻ വന്നയാളല്ല ഞാൻ. പ്രസംഗിച്ച് തെളിയിച്ച് ഞാനൊരു പ്രസംഗകനാണെന്ന് തെളിയിക്കാൻ വന്നതുമല്ല. എൻ്റെ പ്രസംഗം കേൾക്കാനാണ് വന്നതെങ്കിൽ സോറി, ഞാൻ പ്രസംഗിച്ച് തെളിയിക്കാൻ വന്ന ആളല്ല. എനിക്കൊരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അതെല്ലാം എൻ്റെ പ്രസംഗ വിഷയമല്ല, ഞാൻ അനുഭവിച്ച എൻ്റെ യേശു. എത്ര പേർ യേശുവിനെ അനുഭവിച്ചിട്ടുണ്ട്? 5 പേരുടെ കൈ ഉയർന്നു. താങ്ക് യു ജീസസ്. ഈ 5 പേർക്ക് നിന്നെ അനുഭവിക്കാൻ കഴിഞ്ഞല്ലോ. ഞാൻ യേശുവിനെ അറിഞ്ഞ വ്യക്തിയല്ല, ഞാൻ യേശുവിനെ അനുഭവിച്ച വ്യക്തിയാണ്. ഏത് ദേശത്തും ഏത് മൈതാനത്തും ആരുടെ മുമ്പിലും ചങ്കൂറ്റത്തോടെ ഞാൻ വിളിച്ചു പറയും, ഞാൻ യേശുവിനെ അറിഞ്ഞവനല്ല, ഞാൻ യേശുവിനെ അനുഭവിച്ചവനാണ്. ഈ രാത്രി പരസ്യമായി ഈ പാസ്റ്റർ പറയുന്നത് സത്യമാ. യേശു ഒരു അറിവല്ല, യേശു ഒരു അനുഭവമാണ്. ഞങ്ങൾക്കും പറയാനുണ്ടെന്ന്. പറയാൻ എന്തേലും അനുഭവം ഉണ്ടെങ്കിൽ കരമടിച്ച് ആ ശബ്ദം ഈ ദേശം ഒന്ന് കേൾക്കട്ടെ. അറിവുകളുടെ കൂട്ടത്തിൽ ഒരു അറിവല്ല യേശു. അവനിൽ വിശ്വസിക്കുന്നവരാരോ അവർ യേശുവിനെ അനുഭവിക്കും. എന്തുകൊണ്ട് ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്നു? ദൈവം ചെയ്ത പ്രവൃത്തികൾ കൊണ്ടല്ല, അവർക്ക് ദൈവം ആരെന്നറിയാം. നമ്മുടെ ദൈവം ആരാന്നറിയണം. ദൈവത്തെ ആരാന്നറിയുന്നവന്റെ ജീവിതത്തിലാണ് ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നത്. ആരാധനയ്ക്ക് വളരെ പ്രാധാന്യതയുണ്ട്. പലപ്പോഴും നമ്മൾ ദാവീദിനെ കുറിച്ച് പറയാറുണ്ട്. ദാവീദ് ആരാധിച്ചപ്പോൾ അയാളെ ദൈവം കാട്ടിൽ നിന്ന് കൊട്ടാരത്തിലെത്തിച്ചു. പക്ഷെ ഞാൻ നിങ്ങളൊരു സത്യം പറയട്ടെ, കാടിൻ്റെ അനുഭവങ്ങളിൽ ആ മനുഷ്യൻ ആരാധിക്കുമ്പോൾ ആ മനുഷ്യന് മാത്രം അറിയില്ലായിരുന്നു ആ മനുഷ്യൻ രാജാവാകുമെന്ന്. നിങ്ങൾ കേട്ടില്ല?
നമ്മളെ ചിലരെ കൈയടിപ്പിക്കണമെങ്കിൽ ഈ ആരാധനാ ശുശ്രൂഷകര്, ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു 10 പ്രാവശ്യമെങ്കിലും ദാവീദിനെ കുറിച്ച് പറയണം. പുള്ളി കാട്ടിലായിരുന്നു, അയാൾ ആരാധിച്ചു, കൊട്ടാരത്തിലെത്തിച്ചു. ഇത് കേൾക്കുമ്പോൾ ചിലർ കൈയടിക്കും, ഇത് കേൾക്കുമ്പോൾ ചിലർ ഹല്ലേലൂയ പറയും. അത് ദൈവം ആരാന്നറിഞ്ഞിട്ടല്ല, ദാവീദ് കാട്ടിൽ നിന്ന് കൊട്ടാരത്തിൽ പോയത് കേട്ടിട്ടാ. ദാവീദ് കാട്ടിൽ നിന്ന് കൊട്ടാരത്തിൽ പോയത് ആരാധിച്ചിട്ടാണ് നമ്മൾ പറയുന്നു. പക്ഷേ ദാവീദിനറിയില്ലായിരുന്നു ആരാധിച്ചാൽ കാട് മാറി കൊട്ടാരമാകും. അദ്ദേഹത്തോട് ആരും പറഞ്ഞില്ല, നീ കാട്ടിൽ ചെന്ന് ആരാധിച്ചോണം, ദൈവം നിന്നെ കൊട്ടാരത്തിൽ കയറ്റാൻ പദ്ധതിയുണ്ടെന്ന്. ഒരാളും പറഞ്ഞില്ല. അപ്പോ അർത്ഥം, അദ്ദേഹം വനാന്തരത്തിൽ ആരാധിച്ചത് കൊട്ടാരത്തിന് വേണ്ടി അല്ല. അദ്ദേഹം തന്റെ ഏകാന്തതയിൽ ദൈവത്തെ ആരാധിച്ചത് കിരീടത്തിന് വേണ്ടിയല്ല. പിന്നെന്താ പാസ്റ്ററെ? എല്ലാവരാലും കൈവിടപ്പെട്ട ആ വനാന്തരത്തിൽ ആടുകളുടെ കൂടെ കിടന്നവൻ എങ്ങനെയാണ് സങ്കീർത്തനം എഴുതിയത്? ഒറ്റ കാര്യം, നീ ഒറ്റയ്ക്കാണെങ്കിലും ദൈവത്തെ നിനക്ക് അനുഭവിക്കാൻ കഴിയുമെന്ന് ആ മനുഷ്യൻ തെളിയിക്കുകയാണ്. നീ എവിടെയാണെങ്കിലും അവിടെ ദൈവം ഉണ്ടെന്ന് ആ മനുഷ്യൻ മനസ്സിലാക്കുകയാണ്. ഇങ്ങനെയുള്ള മനസ്സിലാക്കൽ, ഇങ്ങനെയുള്ള തിരിച്ചറിവ്, ഇങ്ങനെയുള്ള വെളിപ്പാടുകൾ ദൈവസഭയ്ക്കുണ്ടോ? സിംഹാസനത്തിൽ കയറിയിട്ടല്ല അദ്ദേഹം സങ്കീർത്തനങ്ങൾ എഴുതി തുടങ്ങിയത്. ഇവിടെ ഇരിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധമ പറയും. നീ ചിന്തിക്കുകയായിരിക്കും, നിന്റെ തകർച്ചയിൽ നിന്നെ ആരും കാണുന്നില്ല, നിന്റെ ഏകാന്തതയിൽ നിന്നെ ആരും കാണുന്നില്ല, നിന്റെ ഒറ്റപ്പെടലിൽ നിന്നെ ആരും കാണുന്നില്ല. പക്ഷെ ഞാൻ നിന്നോട് പറയാം, നീ ഏറ്റവും തകർന്നു കിടക്കുന്ന സ്ഥലത്താണ് നിന്റെ ദൈവം നിന്റെ തൊട്ടരികെ വരുന്നത്. പക്ഷെ ഇത് അറിയാനും ഇത് അനുഭവിക്കാനും തിരിച്ചറിവ് നമുക്കില്ല. ഒന്നിനും വേണ്ടിയുള്ളതല്ല ആരാധന. ആരാധന ഒരു ബന്ധമാണ്. ഇന്നിവിടെ കൂടിയിരിക്കുന്ന വിശ്വാസ സമൂഹത്തോട് ഞാൻ പറയാം, എന്താണ് സുവിശേഷം? സുവിശേഷം നഷ്ടപ്പെട്ടു പോയൊരു ബന്ധത്തെ മനുഷ്യന് മടക്കി കൊടുത്തതാണ്. ചേർന്ന് ഹല്ലേലൂയ പറ. സുവിശേഷങ്ങളിൽ ഇന്നും ഒളിമങ്ങാതെ, ആർക്കും മറയ്ക്കാൻ കഴിയാതെ, യേശു എന്തിനു വന്നു എന്ന ചോദ്യം ഇന്നും പ്രസക്തമാണ്. എന്തിനാണ് ക്രിസ്തുവിന്റെ സുവിശേഷം ഇന്ത്യയിൽ വന്നത്? ഞാനിവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ന് രാത്രിയും ഭാരതത്തിൽ ഈ ചോദ്യം പ്രസക്തമാണ്. കഴിഞ്ഞ 11 വർഷമായി ഒരുപാട് ചോദ്യങ്ങൾ കേട്ടൊരു മനുഷ്യനാണ് ഞാൻ. ഒരു തോമസിന്റെ മകൻ വന്ന് യേശുവിനെ പ്രസംഗിക്കുന്നത് പോലെ ശ്രീദേവിയുടെ മകൻ വന്ന് യേശുവിനെ പ്രസംഗിച്ചിട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് പല മൈതാനങ്ങളിലും സുവിശേഷ യോഗം കഴിഞ്ഞ് നിങ്ങളെല്ലാവരും പോകുമ്പോൾ എന്നെ പ്രതീക്ഷിച്ചിട്ട് പലരും ആ മൈതാനത്തുണ്ടായിരുന്നു. പാസ്റ്റർമാര് പോകും, വിശ്വാസികൾ പോകും. പക്ഷെ ഒരു ലിസ്റ്റ് ചോദ്യങ്ങളുമായി പലരും എൻ്റെ അടുക്കൽ വരും. കാരണം ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവൻ വന്ന് യേശുവിനെ പ്രസംഗിക്കുന്നത് പോലെ മറ്റൊരു മതത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് ഈ തലമുറയിൽ കയറി വന്ന് ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ അവർക്കറിയേണ്ട ഒരു കാര്യം, അരവിന്ദ് മോഹൻ, യേശു നിനക്കാരാണ്? യേശു നിനക്ക് എന്താ ചെയ്തത്? നീ എന്തിനാ യേശുവിനെ പ്രസംഗിക്കുന്നേ? നീ ക്രിസ്ത്യാനി അല്ലല്ലോ. അവിടെ ആമേൻ ഗ്ലോറി പറഞ്ഞിട്ട് പോകാൻ കഴിയില്ല. അവന്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കണം. 10 വർഷത്തിലധികമായി ഞാൻ കേട്ട ഒരുപാട് ചോദ്യങ്ങളിലെ പ്രസക്തമായ ചില ചോദ്യങ്ങളുണ്ട്. അതിലൊന്ന്, ക്രിസ്ത്യാനിയുടെ ദൈവമായ യേശു, ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട അരവിന്ദിനെ ഈ യേശു ആരാണ്? ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കുക, യേശു നിങ്ങൾക്ക് ആരാണ്? യേശു എനിക്ക് ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ 365 ദിവസം നിന്ന് പറഞ്ഞാലും തീരാത്തത്ര അനുഭവങ്ങൾ
ഞാനും എൻ്റെ യേശുവും തമ്മിലുണ്ട്. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം നിങ്ങൾക്കില്ലെന്ന്. പിന്നെ ഹല്ലേലൂയ പറയാൻ പറഞ്ഞ ഹല്ലേലൂയ പറയും. അത് വേണ്ട, അതിനൊരു ശക്തിയില്ല. 365 ദിവസം വിടാതെ നിന്ന് പറയാൻ എൻ്റെ ജീവിതത്തിൽ യേശു എനിക്ക് പലതുമായിട്ടുണ്ട്. യേശു എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളായിട്ടുണ്ട്. പക്ഷേ യേശു നിനക്കാരാണെന്നുള്ള പ്രസക്തമായ ചോദ്യത്തിനൊരുത്തരം യേശു എൻ്റെ മറുവില. ആമേൻ പറഞ്ഞില്ലല്ലോ. ഇതിപ്പം ഞാൻ ആൻസർ പറഞ്ഞപ്പോൾ ആ വ്യക്തികളും ഇതുപോലെ നിന്നേ. കാരണം അവർക്കൊന്നും മനസ്സിലായില്ല. അതുപോലെ ഇവിടെ ഇരിക്കുന്ന ചില പെന്തക്കോസുകാരെന്നെ നോക്കുന്നത്. യേശു എൻ്റെ മറുവില. ചിലരെന്നെ നോക്കുക, അതെന്തുവാ സാധനം? 360 ദിവസവും സുവിശേഷം നടക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരം. പക്ഷേ സുവിശേഷം മാത്രം വെളിപ്പെടുന്നില്ല. ഹല്ലേലൂയ പറഞ്ഞില്ല. അപ്പൊ എൻ്റെ ഉത്തരം ഇത്രേ ഉള്ളൂ, യേശു എൻ്റെ മറുവില. അപ്പൊ അവരെന്നോട് ചോദിച്ചു, അതെന്താ മനസ്സിലായില്ല? കാരണം അവർക്കറിയത്തില്ല ഈ സെന്റൻസ് എന്താ. യേശു നിങ്ങൾക്കാരാന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഈ ഒറ്റ ഉത്തരം കൊണ്ട് സകല ചോദ്യങ്ങളും അടയ്ക്കാം. യേശു എൻ്റെ മറുവില എന്ന് പറഞ്ഞാൽ യേശുവിനെയാണ് എനിക്ക് പകരമായി പിതാവ് നിർത്തിയത്. ഇത് കാണാനുള്ള കാഴ്ച തുറക്കട്ടെ, ഇതറിയാനുള്ള വെളിപ്പാട് തുറക്കട്ടെ, ഇത് മനസ്സിലാക്കാനുള്ള കാഴ്ചപ്പാട് തുറക്കട്ടെ. നീ അടിമയല്ല, നീ യാചകനല്ല, നീ വഴിപോക്കനല്ല, നീ ഏതോ തലവേദന വന്നപ്പോ പള്ളി കയറിയവനല്ല. പിതാവ് നിനക്ക് പകരമായി തന്റെ മകനെ നിർത്തിയെന്ന് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്കുക. വയറുവേദന വന്നപ്പോൾ സ്നാനപ്പെട്ട കൂട്ടരല്ല നമ്മൾ. എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഏതോ കൺവെൻഷൻ വന്നിരുന്നു, പാസ്റ്ററിന്റെ പ്രസംഗം കേട്ടു, ഇഷ്ടപ്പെട്ടു, പാസ്റ്റർ പ്രാർത്ഥിച്ചു, കഷ്ടതയിൽ നിന്ന് വിടുതൽ കിട്ടി, പിന്നെ പാസ്റ്ററിന്റെ കൂടെ പാസ്റ്ററിന്റെ ചർച്ചയിൽ കയറിയവരല്ല നമ്മൾ. നമ്മുടെ ലൈഫിൽ അത്ഭുതങ്ങൾ നടന്നു, സൗഖ്യങ്ങൾ നടന്നു, വിടുതലുകൾ നടന്നു, ദാരിദ്ര്യം മാറി, കഷ്ടത മാറി, തകർച്ച മാറി. പക്ഷെ ഇതൊന്നുമല്ല ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചത്. ഒരു മതത്തിനും ചെയ്യാൻ കഴിയാത്തത്, ഒരിസങ്ങൾക്കും ചെയ്യാൻ കഴിയാത്തത്, ഒരാചാരങ്ങൾക്കും ചെയ്യാൻ കഴിയാത്തത്, ഒരനുഷ്ഠാനങ്ങൾക്കും ചെയ്യാൻ കഴിയാത്തത്, പാപിയായ തകർന്നുപോയ അരവിന്ദ് മോഹനെ നീതീകരിക്കാൻ അരവിന്ദിനോടൊപ്പം പിതാവ് തന്റെ മകനെ നിർത്തി. ആ പുത്രന്റെ വില എനിക്ക് തന്നു. അങ്ങനെ ഞാൻ വിലയേറിയവനായത്. നിങ്ങളുടെ വില എന്തെന്നറിയോ? നിങ്ങളുടെ മേൽ കിടക്കുന്ന വില എന്തെന്നറിയോ? നമുക്കറിയില്ല. നമ്മൾ പറയുന്നത് ഈ നാട്ടിൽ ഏറ്റവും തകർന്നു കിടക്കുന്ന നമ്മളെന്നാ. അത് നമുക്ക് സുവിശേഷം അറിയാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ വില എന്തെന്നറിയോ? യേശുവിന് എന്തു വിലയുണ്ടോ അതാണ് രക്ഷ അനുഭവിച്ചവന്റെ വില. യേശുവിന് എന്തു വിലയുണ്ടോ അതാ വീണ്ടെടുക്കപ്പെട്ടവന്റെ വില. ഇന്ന് രാത്രി വന്നിരിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കാം, നീ വിലയില്ലാത്തവനെന്ന് പറയരുത്. ദൈവത്തിന് ഏറ്റവും വലിയ വിലയുള്ളത് നിങ്ങളാണ്. വിശ്വസിക്കുന്നെങ്കിൽ നല്ലൊരു ആമേൻ പറഞ്ഞു. നമ്മൾ എന്ത് വിശ്വസിക്കുന്നോ അതായി നമ്മൾ മാറും. നമ്മൾ എന്തു പറയുന്നോ അതായി നമ്മൾ മാറും. എന്നും എൻ്റെ വീട്ടിൽ ബന്ധനമാണെങ്കിൽ നിന്റെ വീട്ടിൽ എന്നും ബന്ധനമാണ്. എൻ്റെ വീടിൻ്റെ തലയ്ക്ക് മുകളിൽ പാമ്പ് പത്തി വിടർത്തി നിൽക്കുകയാണെങ്കിൽ പാമ്പ് പത്തി വിടർത്തിയേ നിൽക്കൂ. എൻ്റെ വീടിൻ്റെ മുറ്റം മുതൽ അടുക്കര വരെ പിശാച് കെട്ടിയിരിക്കുകയാണെങ്കിൽ കെട്ട് തന്നെയാണ്. പക്ഷേ എന്നെ വീണ്ടെടുത്തത് യേശുവിൻ്റെ ജീവൻ കൊടുത്ത വില നൽകിയിട്ടാണ്. ഞാൻ ഈ ദേശത്ത് വിലയുള്ളവനാണെന്ന് പറഞ്ഞാൽ നീ വിലയുള്ളവൻ തന്നെയാണ്. ചോയ്സ് നിന്റേതാണ്, വിശ്വാസം നിന്റേതാണ്. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു?
എന്ത് വിശ്വസിക്കുന്നു? എന്താ നമ്മുടെയൊക്കെ വിശ്വാസം? എൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം, നമ്മുടെയൊക്കെ വിശ്വാസം ദൈവത്തെക്കാളും വലിയ ആളാണ് പിശാചെന്നാണ്. നിങ്ങൾ മിണ്ടുന്നില്ല. ചിലരുടെ പ്രാർത്ഥനാ വിഷയം കേട്ടപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു. ഒരു വലിയ ബന്ധനത്തിനകത്ത് പാവിരിച്ച് കിടന്നുറങ്ങുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആരും നിങ്ങളെ ചതിക്കരുത്, ആരും നിങ്ങളെ തെറ്റിക്കരുത്. നിങ്ങൾ അടിമകളല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവത്തിൻ്റെ മക്കളാണ്. നിന്റെ വീടിനകത്ത് ഇതൊരു 5 പ്രാവശ്യം നീ പറഞ്ഞാൽ നിന്റെ വീട് ഗുണം പിടിക്കും. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞു. അപ്പൊ എനിക്ക് വന്ന ചോദ്യങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങളിൽ പ്രസക്തമായ ചോദ്യം, യേശു നിനക്കാര്? യേശു എൻ്റെ പകരക്കാരനാണ്. എനിക്ക് വില നൽകിയത് യേശുവിനെ കൊടുത്തിട്ടാണ്. ഈ നാട്ടിലെ ഏറ്റവും വലിയ കള്ളന്റെ കൂടെ ആരേലും നിൽക്കൂ? ഈ നാട്ടിലെ ഏറ്റവും വലിയ വ്യഭിചാരിയുടെ കൂടെ ആരേലും നിൽക്കൂ? ഈ നാട്ടിലെ ഏറ്റവും വലിയ ദുഷ്പ്രവർത്തിക്കാരന്റെ കൂടെ ആരെങ്കിലും നിൽക്കൂ? ഇല്ല. പാപത്തിന്റെ ലിസ്റ്റിലെ 1ാമത്തെ ലിസ്റ്റിൽ കിടന്ന എൻ്റെ കൂടെ, ശാപത്തിന്റെ ലിസ്റ്റിലെ ഏറ്റവും വലിയ ശപിക്കപ്പെട്ട എൻ്റെ കൂടെ മതം മാറി നിന്നപ്പോ കർത്താവ് ചേർന്ന് നിന്നു. കരമടിക്കാമെങ്കിൽ കരമടിക്ക്, ശബ്ദം ഉയർത്താമെങ്കിൽ ശബ്ദം ഉയർത്ത്. ഇത് ശബ്ദമുള്ള യോഗമാണ്, ഇത് കയ്യടിയും ബഹളവും ഉള്ള യോഗമാണ്. കാരണം ഇത് സുവിശേഷ യോഗമാണ്, ഇത് ജയത്തിന്റെ യോഗമാണ്, ഇത് ജയിച്ചവരുടെ യോഗമാണ്. ഈ യോഗം നടക്കുമ്പോ ദേശത്ത് ശബ്ദം ഉണ്ടാകും. തകർക്കപ്പെട്ടവന്റെ കൂടെ മതം മാറി നിന്നപ്പോൾ, ശപിക്കപ്പെട്ടവന്റെ കൂടെ ആചാരങ്ങൾ മാറി നിന്നപ്പോൾ, 2024 വർഷങ്ങൾക്ക് മുൻപ് കാൽവരി ക്രൂശിൽ ആ പാപികളുടെ കൂടെ എന്റെ ദൈവം ചേർന്ന് നിന്നു. ഞാൻ യേശുവേ എന്ന് വിളിച്ചപ്പോഴല്ല ഞാൻ രക്ഷിക്കപ്പെട്ടെ, ദൈവം എന്നെ പേര് ചൊല്ലി വിളിച്ചതാണ്. എനിക്കൊരിക്കലും ദൈവത്തിന്റെ കൂടെ കയറി നിൽക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം നമ്മൾ ദൈവത്തിന് ശത്രുക്കളായിരുന്നു, നമ്മൾ ബലഹീനരായിരുന്നു, നമ്മൾ ദൈവവുമായി ബന്ധമില്ലാത്തവരായിരുന്നു. എന്തൊക്കെ ചെയ്താലും ദൈവത്തിലേക്ക് കയറി ചെല്ലാൻ നമുക്ക് കഴിയില്ലായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ കൂടെ ഞാൻ നിന്നതല്ല രക്ഷ, ദൈവം എൻ്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു. ആരുടെയെങ്കിലൊക്കെ വിശ്വാസത്തിനകത്ത് ഈ വചനം കയറുന്നുണ്ടോ? ഞാനൊരു സുപ്രഭാതത്തിൽ യേശുവിൻ്റെ കൂട്ടുപിടിച്ച് കയറി നിന്നതല്ല രക്ഷ. ഞാൻ യേശുവിനെ അറിയാതിരുന്നപ്പോൾ, ഞാൻ യേശുവെ എന്ന് വിളിക്കാതിരുന്നപ്പോൾ, എനിക്ക് ദൈവവുമായി ഒരു ബന്ധവുമില്ലാതിരുന്നപ്പോൾ, ഞാൻ ദൈവത്തിന് ശത്രുവായിരുന്നപ്പോൾ ദൈവം തീരുമാനിച്ചു അരവിന്ദിന്റെ കൂടെ ഞാൻ നിൽക്കുമെന്ന്. ഇതാണ് എന്റെ രക്ഷയുടെ ശക്തി. ഈ സത്യം ഞാൻ എന്ന് തിരിച്ചറിഞ്ഞു. അന്ന് ഞാൻ ഉയരാൻ തുടങ്ങി, വളരാൻ തുടങ്ങി. ഈ സത്യം നിങ്ങളുടെ അകത്തും പൊട്ടിമുളച്ചാൽ എവിടെ നീ തകർന്നോ അവിടെ നീ വളരും. എന്താണ് സത്യം? ഞാൻ ദൈവത്തിൻ്റെ കൂടെ കയറി നിന്നതല്ല, ദൈവം എൻ്റെ കൂടെ നിന്നതാണ്. അതുകൊണ്ടാണ് യേശുവിനൊരു പേര് വന്നത്, ഇമ്മാനുവേൽ. ഞാൻ ദൈവത്തിൻ്റെ കൂടെ എന്നല്ല, ദൈവം എന്നോടുകൂടെ. കരം ചേർത്തടിച്ച് ശബ്ദമുയർത്തി ആ കർത്താവിന് ഒരാരാധന കൊടുത്തേ. അധരം തുറന്ന ദൈവനാമത്തിന് മഹത്വം കൊടുത്തേ. ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ ദൈവത്തിൻ്റെ കൂടെ ചെന്നെന്നല്ല, ഞാൻ ദൈവത്തെ തേടിപ്പോയെന്നല്ല, ഞാൻ ദൈവത്തെ കൂട്ടുപിടിച്ചെന്നല്ല, ഞാൻ യേശുവേ എന്ന് വിളിച്ചെന്നല്ല. ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം എൻ്റെ കൂടെ വന്നു, ദൈവം എന്നെ തേടി വന്നു, ദൈവം എൻ്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു, അവൻ എൻ്റെ കൂടെ നിന്നു. ഇതാണ് രക്ഷയുടെ ശക്തി. ഈ രക്ഷ അനുഭവിച്ചവരാ നമ്മൾ. ആ നമ്മളെ പറയുന്നേ, ഞാൻ തകർന്നു പാസ്റ്ററേ, പിശാച് എന്നെ തകർത്തു പാസ്റ്ററേ. ഏത് പിശാച് നിന്നെ തകർക്കും? ഏത് മന്ത്രവാദി നിന്നെ തകർക്കും? ഏത് ആഭിചാരകൻ നിന്നെ തകർക്കും? അവന് തകർക്കാൻ കഴിയില്ല. അവന് തകർക്കാൻ കഴിയില്ലെന്ന് നിനക്ക് മനസ്സിലാകണമെങ്കിൽ നീ അനുഭവിച്ച രക്ഷയുടെ ശക്തി എന്നത് നിനക്ക് വെളിപ്പെട്ട് കിട്ടും.
പിശാചിനും അവന്റെ തന്ത്രങ്ങൾക്കും എന്നെയോ എൻ്റെ കുടുംബത്തെയോ തൊടാൻ കഴിയില്ലെന്ന് നിന്റെ അകത്തുനിന്ന് വിശ്വാസം ജനിക്കണമെങ്കിൽ നീ അനുഭവിച്ച രക്ഷയുടെ ശക്തി എന്തെന്ന് ഞാനും നീ തിരിച്ചറിയണം. ഇത് ഞാൻ ദൈവത്തിൻ്റെ കൂടെ കയറി നിന്നതല്ല, ദൈവം എൻ്റെ കൂടെ കയറി നിന്നതാണ്. ഈ ലോകത്തിലെ സകല മതങ്ങളും മനുഷ്യനെ ദൈവത്തിലേക്ക് വിളിക്കുന്നു, എന്നാൽ സുവിശേഷം ദൈവം മനുഷ്യനിലേക്ക് ഇറങ്ങി വന്നു. അപ്പൊ യേശു എന്തിനീ ഭൂമി വന്നു? ഇത് വലിയ ചോദ്യമാണ്. പിന്നെ ഒരു പ്രസക്തമായ ചോദ്യമാണ്, ഇസ്രായേലിൻ്റെ ദൈവത്തെ അരവിന്ദ് എന്തിനാണ് ഇന്ത്യയിൽ പ്രസംഗിക്കുന്നത്? അങ്ങനൊരു ക്വസ്റ്റ്യൻ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ട ക്വസ്റ്റ്യൻസാണ് ഞാൻ ഈ പറയുന്നത്. ഇസ്രായേലിൻ്റെ ദൈവത്തെ നീ ഇന്ത്യയിൽ എന്തിനു പ്രസംഗിക്കുന്നു? അവർ ചോദിച്ചതിന് തെറ്റൊന്നുമില്ല. കാരണം നമ്മുടെ പ്രസംഗം കേട്ടാൽ നമ്മൾ ഇന്ത്യയെക്കാളും ഇസ്രായേൽ ആൾക്കാരാണെന്ന് തോന്നിപ്പോവും. അയ്യോ, നിങ്ങളാരും മിണ്ടുന്നില്ല. ഈ സത്യം പറയുമ്പോൾ നിശബ്ദ ആകരുത്. ഇസ്രായേലിനോട് സ്നേഹമില്ലെന്നൊന്നും അല്ല. എൻ്റെ ഏറ്റവും വലിയ സ്നേഹം ഞാൻ ജനിച്ച എൻ്റെ രാജ്യത്തോടാണ്. ചേർന്നാമയും പറഞ്ഞില്ല. പക്ഷെ നമ്മൾ അന്നു മുതൽ ഞാൻ ഒരുപാട് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ ഒരു ചോദ്യം വന്നതിന് ശേഷം ഈ പബ്ലിക് മീറ്റിങ്ങിൽ, കൺവെൻഷനുകളിൽ ഞാൻ ഈ പ്രസംഗിക്കുന്ന വചനത്തിനകത്ത് തെളിയിക്കാൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇസ്രായേൽ എന്ന പേര് പറയൂ. നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ഇവിടെ ഇരുന്ന് പലരും ഉറങ്ങുന്നുണ്ട്, പക്ഷെ ഈ ശബ്ദം കേട്ടുകൊണ്ട് ഉറക്കമില്ലാതെ ചിലർ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. അരവിന്ദ് മോഹൻ എന്താ പറയുന്നതെന്ന് കേൾക്കാം. അതാണ് നമ്മുടെ കുഴപ്പം. നമ്മൾ ഇരുന്ന് കേട്ടിട്ട് 9:30 എന്താ കേട്ടതെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പക്ഷെ നാട്ടുകാർ പലരും എഴുതി വച്ചിട്ടുണ്ട്. പണ്ടത്തെ പോലെ അല്ല ആൻറ്റി, കുറച്ചുകൂടെ കഴിയുമ്പോൾ ആൾക്കാർ വരും. നീ രക്ഷിക്കപ്പെട്ടതാണോ? അതെ. നീ ഇന്ന മതത്തിൽ ജനിച്ചതല്ലേ? അതെ. എത്ര വർഷമായി നീ യേശുവിനെ ആരാധിക്കാൻ തുടങ്ങിയിട്ട്? 50 വർഷം. ശരി, എന്തിനാണ് നീ യേശുവിനെ ആരാധിക്കുന്നത്? തീർന്നു. പറയാനറിയത്തില്ല. 50 വർഷമായി, പറയാനറിയത്തില്ല. നീ എന്താ വിചാരിക്കുന്നത്? ഇനി ഇങ്ങനെ സംഗതികളൊക്കെ ഇങ്ങനെ പോകുന്നതാണോ? അല്ല. മറ്റൊരു സ്ഥാനത്ത് നിന്ന് ക്രിസ്തുവിനെ ആരാധിക്കുന്നവനെ ഗവൺമെന്റ് വിളിക്കും. ഇല്ല, പലരുടെ മുമ്പിൽ നിങ്ങൾ ആൻസർ കൊടുക്കേണ്ടി വരും. അന്ന് വയറുവേദന പോയപ്പോൾ രക്ഷിക്കപ്പെട്ടതെന്നും പറഞ്ഞ് നാണം കെടുത്തരുത്. പല്ലുവേദന മാറിയപ്പോൾ സ്നാനപ്പെട്ടെന്നും പറഞ്ഞ് ഈ പരിസരത്ത് കണ്ടുപോരുത്. പല്ലുവേദനയും വയറുവേദനയും മാറിയപ്പോൾ സ്നാനപ്പെട്ട കൂട്ടരല്ല നമ്മൾ. അതൊക്കെ നടന്നതാ. പക്ഷെ ഞാൻ സ്നാനപ്പെടാൻ കാരണം യേശു സത്യ ദൈവമാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ്. ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചത് എൻ്റെ പ്രതികൂലം മാറിയതുകൊണ്ടല്ല, മറ്റൊരുത്തനിലും രക്ഷയില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ്. എൻ്റെ കൂടെ നിൽക്കാൻ, എന്നെ ഇതുപോലെ സ്നേഹിക്കാൻ മാനവ ലോകത്തിന് രക്ഷാ പദ്ധതി ഒരുക്കിയ മറ്റൊന്നില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ്. നന്നായി ദിവസങ്ങളിൽ വചനം പഠിക്കണം. എന്തിനാ രക്ഷിക്കപ്പെട്ടെന്ന് പഠിക്കണം. വീണ്ടെടുപ്പ് എന്താന്ന് പഠിക്കണം. നീതീകരണം എന്താന്ന് പഠിക്കണം. വിശുദ്ധീകരണം എന്താന്ന് പഠിക്കണം. തേജസ്കരണം എന്താ പഠിക്കണം. രക്ഷിക്കപ്പെട്ടപ്പോൾ എന്താ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് പഠിക്കണം. ഇല്ലെങ്കിൽ ചോദ്യത്തിന് മുമ്പിൽ നമുക്ക് ഉത്തരമില്ലാതെ നിൽക്കേണ്ടി വരും. അപ്പൊ എന്നോട് വന്ന ചോദ്യത്തിന്റെ ഒരു പ്രധാന ചോദ്യമാണ്, ഇസ്രായേലിന്റെ ദൈവത്തെ എന്തിനാണ് ഇവിടെ പ്രസംഗിക്കുന്നത്? അന്നു മുതൽ ഞാൻ മനഃപൂർവ്വമായി പ്രസംഗിക്കും. അരവിന്ദിന്റെ യേശു ഭാരതത്തിന്റെ യേശുവാണ്. ദൈവം ആരാണെന്നും ദൈവം എന്താണ് മനുഷ്യനോട് സംസാരിക്കാൻ ആഗ്രഹിച്ചതെന്നും ഒരു ജനതയുടെ കൂടെ ഇറങ്ങി നിന്ന് ദൈവം ഇസ്രായേലിനെ അല്ല പഠിപ്പിച്ചത്, സകല ജനത്തെയാണ് പഠിപ്പിച്ചത്. യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യനാണ് യോഹന്നാൻ. യോഹന്നാനെ കുറിച്ച് ബൈബിൾ പറയുന്നു, യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്നവൻ. അതിൻ്റെ അർത്ഥം യേശു എവിടെയെങ്കിലും പോയി ഇരുന്നാൽ ഇദ്ദേഹം ഓടിച്ചെന്ന് നെഞ്ചത്ത് തലയും വെച്ചിരിക്കുമെന്നല്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്നു എന്ന് പറഞ്ഞാൽ യേശു എവിടെ പോയിരുന്നാലും പുള്ളി അടുത്ത് ചെന്നിട്ട് തലയെടുത്ത് യേശുവിനെ ചെസ്റ്റി വച്ചിരിക്കുമെന്നല്ല. അതൊരു ആലങ്കാരിക ഭാഷയാണ്. എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ
ഏറ്റവും അടുത്തറിഞ്ഞ് യേശുവിനെ നന്നായി മനസ്സിലാക്കിയ മനുഷ്യൻ. ഞാൻ ജനത്തോട് സംസാരിക്കുന്നു. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ട് ഒരുപാട് വർഷമായി കാണും. പക്ഷെ ഞാൻ ഈ രാത്രി പറയുന്നു, ഇതുവരെ അറിയാത്ത നിലയിൽ ദൈവത്തെ അറിയാൻ പഠിക്കണം. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത നിലയിൽ ദൈവത്തെ അനുഭവിക്കാൻ പഠിക്കണം. മറ്റ് ശിഷ്യന്മാരിൽ നിന്ന് വ്യത്യസ്തനായി യോഹന്നാൻ യേശുവിനെ നന്നായി മനസ്സിലാക്കി. യേശുവിൻ്റെ ചിന്തകൾ മനസ്സിലാക്കി. യേശു ആരാന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ഈ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ 3 സുവിശേഷങ്ങളും യേശുവിനെ കുറിച്ചാണ് എഴുതിയത്. യോഹന്നാനും യേശുവിനെ കുറിച്ചാണ് എഴുതിയത്. ഈ 3 സുവിശേഷകന്മാർ യേശുവിനെ കുറിച്ച് ലോകത്തോട് സംസാരിക്കുമ്പോൾ അവർ ചരിത്രത്തിൽ നിന്നാണ് എഴുതി തുടങ്ങുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞു. വണ്ടർഫുൾ. 3 സുവിശേഷകന്മാർ യേശു ആരാന്ന് പറയാൻ തുടങ്ങുമ്പോൾ അവർ ചരിത്രത്തിൽ നിന്നും ആരംഭിക്കുക. എന്നാൽ യേശുവിനെ ഏറ്റവും നന്നായി അറിഞ്ഞ മനുഷ്യൻ യോഹന്നാൻ യേശുവിനെ കുറിച്ച് എഴുതി തുടങ്ങുമ്പോൾ അവിടെ ചരിത്രമില്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ചരിത്രമല്ല, സത്യമാണ്. അദ്ദേഹം എഴുതിയ യേശുവിൻ്റെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ ഇസ്രയേലില്ല, ബെത്ലഹേമില്ല, കാലിത്തൊഴുത്തില്ല, ജോസഫ് ഇല്ല, മറിയ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹം യേശുവിനെ കുറിച്ച് എഴുതുകയാണ്. ബാക്കി 3 സുവിശേഷം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ ബെത്ലഹേമുണ്ട്, ഇസ്രയേലുണ്ട്, കാലിത്തൊഴുത്തുണ്ട്, ജോസഫ് ഉണ്ട്, മറിയയുണ്ട്. പക്ഷെ യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്നവൻ, യേശുവിനെ നന്നായി മനസ്സിലാക്കിയവൻ, യേശുവിനെ സ്നേഹിച്ചവൻ, യേശു സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എന്നെ അറിയാം. മറ്റൊരാൾ നിങ്ങളോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ ഒരു 5 സെന്റൻസ് നിങ്ങൾ പറഞ്ഞു കൊടുക്കും. പക്ഷേ നിങ്ങൾ അറിഞ്ഞ ആളല്ല ഞാൻ. എന്നാൽ എന്നെ കുറച്ചുകൂടെ ഒരാൾ അടുത്തറിഞ്ഞാൽ എന്നെക്കുറിച്ച് വീണ്ടും കുറച്ച് കാര്യങ്ങൾക്ക് അറിയാൻ കഴിയും. എന്നാൽ എന്നെ ഏറ്റവും നന്നായി ഒരു പക്ഷേ മനസ്സിലാക്കുന്നത് എൻ്റെ ഭാര്യയായിരിക്കും. അപ്പൊ യേശുവിനെ ഏറ്റവും അടുത്തറിഞ്ഞ മനുഷ്യനാണ് യോഹന്നാൻ. ആ യോഹന്നാൻ യേശുവിനെ കുറിച്ച് എഴുതിയപ്പോൾ യോഹന്നാൻ എഴുതിയത് ബെത്ലഹേമിനെ കുറിച്ചല്ല, കാലിത്തൊഴുത്തിനെ കുറിച്ചല്ല, ജോസഫിനെയും മേരിയെയും കുറിച്ചല്ല. അവിടെ യോഹന്നാൻ എഴുതി, ആദിയിൽ വചനമുണ്ടായിരുന്നു. ആരാണ് നിന്റെ യേശു? ബെത്ലഹേമിൽ പിറന്നു വീണ ഒരു ശിശു എന്ന് ചരിത്രം പറയുമ്പോൾ ആരാണ് നിന്റെ യേശു? ആദിയിലെ വചനമാണ് എൻ്റെ യേശു. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ ഇന്ന് രാത്രി ഇന്ത്യയോട് സംസാരിക്കുന്നത് ബെത്ലഹേമിനെ കുറിച്ചല്ല, കാലിത്തൊഴുത്തിനെ കുറിച്ചല്ല. ആദിയിലെ വചനമായവൻ, വചനം ദൈവമായിരുന്നു. ആ വചനം ദൈവമായിരുന്നു. അവൻ മനുഷ്യനെ പോലായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു, എന്നെ രക്ഷിക്കാൻ, എന്നെ വീണ്ടെടുക്കാൻ, എന്നെ ഉയർത്താൻ, എന്നെ അവനെ പോലാക്കാൻ. അവൻ എന്നെ പോലായി. ആദിയിലെ വചനം അത് വെളിച്ചമായി, അത് സ്നേഹമായി, അത് ജീവനായി, അത് ഇരുളിലേക്ക് വന്നു. ഇരുട്ടോ അതിനെ പിടിച്ചടക്കിയില്ല. ഈ സുവിശേഷം ഭാരതത്തെയും വെളിച്ചമാക്കും. എന്നെ കൂടെ വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞു. അപ്പൊ യേശു ആര്? യേശു വെളിച്ചമാണ്. യേശു സ്നേഹമാണ്. യേശു ജീവനാണ്. ഈ 3 ഉത്തരം ഞാൻ കൊടുത്തപ്പോൾ എൻ്റെ മുമ്പിൽ ചോദ്യമായി വന്നവർ എന്നെ അടിച്ചില്ല, എന്നെ തല്ലിയില്ല. അവർ തല്ലാൻ വന്നതായിരിക്കാം. പക്ഷെ അവരെന്നോട് ചോദിച്ചു, യേശു ആരാണ്? ഞാൻ പറഞ്ഞു, യേശു എൻ്റെ വെളിച്ചമാണ്, യേശു എൻ്റെ ജീവനാണ്, യേശു എൻ്റെ സ്നേഹമാണ്. അവരെന്നെ അടിച്ചില്ല. ഞാൻ അവരോട് പറഞ്ഞു, യേശുവിനെ ഏറ്റവും അടുത്തറിഞ്ഞ യോഹന്നാൻ വേദപുസ്തകത്തിൽ എഴുതി വച്ചേക്കുന്നത്
യേശു വെളിച്ചമെന്നാണ്, ജീവനെന്നാണ്, സ്നേഹമെന്നാണ്. പിന്നെ ഈ 3 വാക്കുകളുടെ കൂടെ അദ്ദേഹം ഒരു വാക്കുകൂടെ എഴുതിയിട്ടുണ്ട്. യേശു വെളിച്ചമെന്ന് മാത്രമല്ല, നിത്യ വെളിച്ചമാണ് എന്ന് പറഞ്ഞാൽ ഈ വെളിച്ചം അണയത്തുമില്ല, ഇതാരും കത്തിച്ചതുമല്ല. നിങ്ങൾ മിണ്ടിയില്ല. ഇതാരും കത്തിച്ചു വച്ചതല്ല, ഇതാരെ കൊണ്ടും അണയ്ക്കാനും കഴിയില്ല. കാരണം ഇതിന് ആരംഭവും അവസാനവും ഇല്ല. അതാണ് നിത്യത എന്ന വാക്കിന്റെ അർത്ഥം. യോഹന്നാൻ എഴുതി വെച്ചു, ജീസസ് ഈസ് ദ എറ്റേണൽ ലൈറ്റ്. ഇത് കത്തിച്ചതല്ല, ഇത് ഒരുത്തന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ഇത് നിത്യ വെളിച്ചമാണ്, ഇത് നിത്യ സ്നേഹമാണ്, ഇത് നിത്യ ജീവനാണ്. മരണത്തിനു പോലും തകർക്കാൻ കഴിയാത്ത, മരണത്തിനു പോലും വേർപെടുത്താൻ കഴിയാത്ത, മരണം പോലും പരാജയപ്പെട്ടു പോകുന്ന ഒരു സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹമാണ് എന്നെയും നിന്നെയും വീണ്ടെടുത്തത്. നിത്യ സ്നേഹമായവൻ, മരണം പോലും നിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്ന ഒരു ജീവനുണ്ടെങ്കിൽ ആ ജീവനാണ് നിന്നെ പിടിച്ചെടുത്തത്, നിത്യ ജീവനായ ക്രിസ്തു. ഈ യേശുവിനെ ഞങ്ങൾ ഭാരതത്തിൽ പ്രസംഗിക്കും. കാരണം ഭാരതം ഇരുട്ടിലാണ്. ഭാരതം ഇരുട്ടിലാണെന്ന് അരവിന്ദ് മോഹൻ പറയണ്ട. ഈ ഭാരതത്തിൻ്റെ ഉയർന്ന തലങ്ങളിൽ ഇരിക്കുന്നവരോട് ചോദിക്ക്, അവർ പറയും ഈ രാജ്യം ഇരുട്ടിലാണ്, തലമുറകൾ ഇരുട്ടിലാണ്, കുടുംബങ്ങൾ ഇരുട്ടിലാണ്. വിദ്യാഭ്യാസത്തിനോ ഉയർന്ന മഹിമകൾക്കോ പാരമ്പര്യങ്ങൾക്കോ ഒന്നും ഒരു തലമുറയെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് ഈ ഭാരതം സാക്ഷീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി എന്ത്? ഇരുട്ടിനെ തകർക്കാൻ വെളിച്ചത്തിന് മാത്രമേ കഴിയൂ. അവിടെയാണ് യേശു എന്ന വെളിച്ചം ആയിരക്കണക്കിന് കുടുംബങ്ങളെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് യേശുവിന്റെ ജീവൻ മരണകരമായതിനെ പൊട്ടിച്ചു പുറത്തെടുക്കുന്നത്. അവിടെയാണ് യേശുവിന്റെ സ്നേഹം നമ്മെ തേടി വന്നിരിക്കുന്നത്. യേശു എന്തിനു വന്നു? ലൂക്കോസ് സുവിശേഷകൻ, അദ്ദേഹം ഒരു ഡോക്ടറാണ്, ഒരു വൈദ്യനാണ്. ആ കാലഘട്ടത്തിൽ നല്ല എഡ്യൂക്കേഷനുള്ള, നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, നന്നായി കാര്യങ്ങൾ പഠിക്കുന്ന ചിലർക്കൊരു ചിന്തയുണ്ട്, ഏതോ കുറേ മണ്ടന്മാർ കൂലിയും ജോലിയും പണിയും വിദ്യാഭ്യാസവും ഇല്ലാത്ത എന്താണ്ടൊക്കെ എഴുതി വച്ചേക്കുന്നത്. അങ്ങനല്ല. യേശു ആരാന്ന് വ്യക്തമായി എഴുതിയ ആള് മുക്കുവനല്ല, ഡോക്ടർ ലൂക്കാണ്. അപ്പൊ അത് എഴുതി വച്ചത് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളല്ല, ആ കാലഘട്ടത്തിൽ നന്നായി വിദ്യാഭ്യാസം ഉള്ള ആളാണ്. അദ്ദേഹം രക്ഷയെക്കുറിച്ച് സുവിശേഷങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എഴുതിയത് ലൂക്കോസാണ്. ലൂക്കോസ് നന്നായി അന്വേഷിക്കുന്ന മനുഷ്യനാണ്. അവർ പറഞ്ഞത് കേട്ട് എഴുതത്തില്ല, ഇവർ പറയുന്ന കേട്ട് എഴുതത്തില്ല. അദ്ദേഹം ഒരു കാര്യം എഴുതണമെങ്കിൽ അദ്ദേഹം അന്വേഷിക്കും, അത് അദ്ദേഹത്തിന് സത്യമാണെന്ന് തോന്നണം. അദ്ദേഹമാണ് രക്ഷയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചില വചനങ്ങൾ തൻ്റെ സുവിശേഷത്തിൽ എഴുതിയത്. അതിലൊന്നാണ്, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനാണ് യേശു വന്നത്. ഇതാണ് എൻ്റെ ബൈബിൾ എന്നെ പഠിപ്പിച്ചത്. നിങ്ങളുടെ ബൈബിൾ അങ്ങനല്ലേ? യേശു എന്തിനു വന്നു? ലൂക്കോസ് 19:10, നഷ്ടപ്പെട്ടത് ഇനി നഷ്ടപ്പെടാതിരിക്കാൻ, അകന്നു പോയത് ഒരുമിച്ച് ചേർക്കപ്പെടാൻ, ദൈവത്തിൻ്റെ ബന്ധം തകർന്നു പോയതിനെ തിരിച്ചു ദൈവത്തിലേക്ക് ബന്ധിപ്പിക്കാൻ, എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് പോയതിനെ പുനഃസ്ഥാപിപ്പിക്കാൻ യേശു വന്നു. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഈ ദേശത്ത് നിന്ന് എന്നെ കേൾക്കുന്നവർ ഒരു മനുഷ്യനായി നിന്നുകൊണ്ട് ഈ സുവിശേഷം കേൾക്കണം. നിങ്ങൾ ഏത് കുടുംബത്തിൽ ജനിച്ചു, ഏത് മതത്തിൽ വിശ്വസിക്കുന്നു, ഏത് ജാതിക്കാരനാണ്, ഇതൊന്നും സുവിശേഷത്തിന് വിഷയമല്ല. സുവിശേഷം മനുഷ്യർക്ക് വേണ്ടിയാണ്. ഞാൻ പറയാം, നിങ്ങൾ ഒരുപക്ഷെ ക്രിസ്ത്യാനി അല്ലായിരിക്കാം, നിങ്ങൾ ഒരുപക്ഷെ മറ്റു മതത്തിൽപ്പെട്ടവരായിരിക്കാം. എൻ്റെ ചോദ്യം, നീ മനുഷ്യനാണല്ലോ? അതെ.
മനുഷ്യനായി നിന്നുകൊണ്ട് ഈ വചനത്തെ ശ്രദ്ധിച്ച് കേൾക്കണം. യേശു വന്നത് നഷ്ടപ്പെട്ടു പോയത് ഇനി നഷ്ടപ്പെടാതിരിക്കാനാണ്. എങ്കിൽ ഇന്ന് രാത്രി നഷ്ടങ്ങളുടെ കണക്കുമായി ഈ കൺവെൻഷൻ്റെ രണ്ടാമത് രാത്രി ഈ ഗ്രൗണ്ടിൽ വന്നവർ, ഈ ഭവനങ്ങളിൽ ഇരിക്കുന്നവർ, ഈ റോഡരികത്തിരുന്ന് കേൾക്കുന്നവർ പറയാൻ നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രം പറയാൻ, ബന്ധങ്ങൾ തകർന്ന ചരിത്രങ്ങൾ മാത്രം ഈ രാത്രിയും അതിനെയോർത്ത് കരയുന്നു, ഈ രാത്രിയും അതിനെയോർത്ത് വിലപിക്കുന്നു. മരിച്ചാൽ മതി, മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നു. ബന്ധം തകർന്നു, ബന്ധത്തിന്റെ ശ്രേഷ്ഠത തകർന്നു, എല്ലാം താറുമാറായി, എല്ലാം അകന്നുപോയി. നഷ്ടങ്ങൾ മാത്രമേ പാസ്റ്റർ എനിക്ക് പറയാനുള്ളൂ എങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്, നഷ്ടപ്പെട്ടു പോയത് ഇനി നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിച്ച സ്വർഗം തന്റെ പുത്രനെ ഈ ഭൂമിയിൽ അയച്ചെങ്കിൽ ഈ രാത്രി ആ നഷ്ടങ്ങളെ നഷ്ടത്തിൽ വന്ന് രക്ഷിക്കാൻ ഈ കൺവെൻഷൻ ശുശ്രൂഷയ്ക്ക് വന്ന ദൈവജനമേ, നഷ്ടങ്ങളുടെ കണക്കുമായി നിങ്ങളുടെ ജീവിതം അവസാനിക്കരുത്. നഷ്ടങ്ങളുടെ കണക്കുമായി നിങ്ങൾ ഈ ഭൂമി വിട്ടു പോകരുത്. എവിടെ നിന്റെ കുടുംബം തകർന്നോ, എവിടെ നിന്റെ കുടുംബം നഷ്ടപ്പെട്ടോ, അവിടെ നിന്നെ തിരിച്ചു പിടിക്കാനാണ് യേശു വന്നത്. കരമുയർത്തി ഹല്ലേലൂയ. രക്ഷയുടെ അതിപ്രാധാന്യത നമ്മെ പഠിപ്പിച്ച സുവിശേഷമാണ് ലൂക്കോസ് സുവിശേഷം. അതിലെ ഏറ്റവും പ്രസക്തമായ വാക്കാണത്. എന്തിനാണ് യേശു വന്നത്? മറ്റു സുവിശേഷങ്ങളിൽ ഇല്ലാത്ത യേശു പറഞ്ഞ 3 ഉപമകൾ ഈ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, കാണാതെ പോയ ഒരാടിൻ്റെ, നഷ്ടപ്പെട്ടൊരു ദ്രഹ്മയുടെ, മടങ്ങി വന്നൊരു മകൻ്റെ ജീവചരിത്രം നമ്മളോട് പറഞ്ഞത് ഈ സുവിശേഷമാണ്. സക്കേവൂസ് എന്ന് പറയുന്ന ചുങ്കക്കാരിൽ പ്രധാനിയായ ചുങ്കക്കാരുടെ കളക്ടർ, നമ്മളയാളെ കുള്ളൻ സക്കായി ആണ് വിളിക്കുന്നത്, നമ്മളയാളെ ചുങ്കക്കാരനെന്നാണ് വിളിക്കുന്നത്. പക്ഷെ അയാൾ ചുങ്കക്കാരനല്ല, ചുങ്കക്കാരുടെ പ്രമാണി. മലയാളം ബൈബിളിൽ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. എന്നാലും നമ്മൾ ചുങ്കക്കാരാന്നേ വിളിക്കൂ. അതാണ് മലയാളിയുടെ സ്വഭാവം. നിങ്ങൾ ബൈബിൾ എടുത്ത് നോക്കിക്കോ, ചുങ്കക്കാരൻ സക്കായി എന്ന് എഴുതിയിട്ടില്ല, ചുങ്കക്കാരിൽ പ്രമാണി. ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് നോക്കിക്കോ, ടാക്സ് കളക്ടർ. അയാൾ ടാക്സ് പിരിക്കാൻ നടക്കുന്നവനല്ല, അയാൾ ടാക്സ് പിരിക്കുന്നവരുടെ മുകളിലിരിക്കുന്ന കളക്ടറാണ്. നമ്മുടെ സ്ഥലത്തിന് കളക്ടർ ഉള്ളതുപോലെ റോമൻ ഗവൺമെൻറ് ഭരിക്കുന്ന, റോമൻ ഗവൺമെൻറ്റിൻ്റെ അധികാര സീമയിൽ വരുന്ന അവരുടെ പ്രവിശ്യയിൽ ഒരുപാട് കളക്ടർമാരുണ്ട്. അതിലൊരു കളക്ടറാണ് ഈ സക്കായി. സക്കായിയുടെ കുഴപ്പം ഇത്രേ ഉള്ളൂ, സക്കായി ഒരു കളക്ടറാണ്, പക്ഷേ അദ്ദേഹം ആ നാടിനെ വഞ്ചിക്കുന്നവനും ആ നാടിനെ നശിപ്പിക്കുന്നവനുമാണ്. എന്തുകൊണ്ട്? ഗവൺമെൻറ് 100 രൂപ എടുക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് 5 രൂപ ചുങ്കം പിരിക്കണമെന്ന് ഗവൺമെൻറ് പറയുമ്പോൾ സക്കായി കളക്ടറായിരിക്കുന്ന സ്ഥലത്ത് 5 എന്നുള്ളത് 10 ആക്കി അല്ലേ? ഗവൺമെന്റ് പറഞ്ഞു 5, 100 രൂപ വന്നാൽ 5 രൂപ ഗവൺമെന്റിന്. സക്കായി പറഞ്ഞു എൻ്റെ നാട്ടിൽ 5 അല്ല 10 എന്ന് പറഞ്ഞാൽ 5 ഗവൺമെന്റിനും 10 എനിക്കും, 5 എനിക്കും. ഇങ്ങനെ സ്വന്തം നാടിനെ ഊറ്റിക്കുടിക്കുന്നവൻ ഈ മനുഷ്യനെ ആരെങ്കിലും വിശുദ്ധനെന്ന് പറയുമോ? സ്വന്തം നാടിനെ ഊറ്റിയെടുത്തവൻ. അതുകൊണ്ട് സക്കേവൂസിന് നമ്മളാ സക്കേവൂസ് എന്ന് പറയുന്നത്. പക്ഷേ യെരിഹോവിലെ നാട്ടുകാർ സക്കേവൂസിന് വേറൊരു പേരായിട്ട് കൊടുത്തേ. ചരിത്രം എഴുതി വച്ചേക്കുന്നു, നരകപുത്രൻ. സക്കേവൂസിന് നാട്ടുകാർ വിളിച്ച പേര് സക്കേവൂസ് എന്നല്ല, സൺ ഓഫ് ഹെൽ. സക്കേവൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്തെന്നറിയോ? നീതിമാൻ. പാവപ്പെട്ട അപ്പനും അമ്മയും ഇയാൾ ജനിച്ചപ്പോൾ, ഇയാൾ യഹൂദനാ, ജനിച്ചപ്പോൾ പേരിട്ട് കൊടുത്തു നീതിമാൻ, നീതി ചെയ്യും. അങ്ങനല്ലേ നമ്മുടെ പേരും നമ്മളും തമ്മിൽ എന്തേലും അർത്ഥമുണ്ടോ? നിങ്ങൾ ആരും മിണ്ടുന്നില്ല. ചിലർ ചിന്തിക്കുകയാണ് പേരെന്താണ്, പേര് മേഴ്സി എന്നാണ്. പക്ഷെ വീട്ടിൽ ഇന്നുവരെ ഞാൻ കരുണ കാണിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിച്ച സമയം അങ്ങനെ പോയതാ. പെട്ടെന്ന് എല്ലാവരും പേരിലേക്ക് പോയി. പേര് ജോയി എന്നാ. ഞാൻ പേര് വിളിച്ചൊന്നും അല്ല കേട്ടോ, പേര് ജോയി എന്നാ. പക്ഷെ ജോയിയുടെ ഭാര്യ പറയുന്നത് ജോയി വീട്ടിൽ നിന്ന് പോകുമ്പോഴാണ് സന്തോഷം. അമ്മാതിരി പേരൊക്കെയാണ് നമുക്ക്. ചിലരുടെ വീട്ടുപേര് കണ്ടിട്ടില്ലേ? പീസ് വില്ല. പക്ഷെ ആ വീടിൻ്റെ പ്രാർത്ഥനാ വിഷയം നോക്കിയാൽ ഫുള്ള് ബന്ധനമാണ്. ഞാനിങ്ങനെ ചോദിക്കാറുണ്ട്, ആ പീസ് വില്ല മാറ്റിയിട്ട് ബന്ധൻ ഭവനം എന്നാക്ക്.
നല്ല കാര്യമാണ്. പീസ് വില്ല, ഏതൻ, എന്തുണ്ടൊക്കെ പേരൊന്നറിയോ. പക്ഷെ അതിനകത്തുനിന്ന് പറയുന്ന കാര്യവും വീടിന്റെ പേരും തമ്മിൽ ഒരു ബന്ധവുമില്ല. വീട്ടുപേര് ഹെവൻ. ആദ്യത്തെ എച്ച് മാത്രമേ ഉള്ളൂ, ബാക്കി ഈ എല്ലാണ്, ഹെൽ. ഇതുപോലെയാണ് ഈ സക്കായി. പേരിന്റെ അർത്ഥം നീതിമാൻ. പക്ഷെ അയാളുടെ നല്ലൊരു പ്രായം വന്നപ്പോൾ നീതി മാത്രമില്ല. അതുകൊണ്ട് നാട്ടുകാർ അയാളെ നരകപുത്ര എന്ന് വിളിച്ചു. അയാൾ ഏത് വാഹനത്തിൽ കയറിപ്പോയാലും റോഡിൽ നിൽക്കുന്നവൻ പറയുന്നത് നരകത്തിന്റെ മകൻ പോകുന്നെന്നാ. സ്തോത്രം പറഞ്ഞില്ല. യേശു എരിഹോവിലൂടെ വരുന്നെന്ന് കേട്ടപ്പോ നാട്ടുകാർ മുഴുവൻ പറഞ്ഞു, ഈ നാട്ടിൽ ആരെയൊക്കെ യേശു ചേർത്ത് പിടിച്ചാലും യേശു അടിച്ചകറ്റുന്ന ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അതാ നരകപുത്രനായിരിക്കും. ഹല്ലേലൂയ പറഞ്ഞില്ല. ഇവിടെയാണ് ഞാൻ അനുഭവിച്ച രക്ഷയുടെ ശക്തി പറയാൻ പോകുന്നത്. നാട്ടിൽ ഒരുത്തന് സക്കായി നല്ലവനല്ല, നാട്ടിൽ ഒരാൾക്ക് സക്കായി നല്ലവനല്ല. അതുകൊണ്ട് തന്നെയാണ് യേശുവിനെ കാണാൻ, യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ യേശുവിൻ്റെ മുമ്പിൽ പുള്ളി ഇറങ്ങി വരാത്തത്. മിണ്ടിയില്ല. എടോ, നമ്മുടെ നാട്ടിലെ ഒരു പഞ്ചായത്ത് മെമ്പർ, വാർഡ് മെമ്പറിനെ ഒന്ന് ആലോചിച്ചു നോക്കും. ഇവിടെ ഒരാൾ വരിക, വാർഡ് മെമ്പറിന് ഇയാളെ കാണണമെങ്കിൽ എന്തേലും തടസ്സമുണ്ടോ? ഇവിടുത്തെ MLA ഒരാളെ കാണണമെന്ന് പറഞ്ഞാൽ എന്തേലും തടസ്സമുണ്ടോ? തടസ്സം ഉണ്ടെങ്കിൽ തടസ്സം നീക്കി MLA കാണിക്കും. പിന്നെന്തേ സക്കായി, താങ്കൾ ആ നാട്ടിലെ കളക്ടർ അല്ലേ? അതെ. പിന്നെന്താ യേശുവിന് വന്ന് കാണാത്തെ? പുള്ളി പറയും, യേശു എന്നെ കാണണ്ട, എനിക്ക് യേശുവിനെ കണ്ടാൽ മതി. അതെന്താ യേശു നിന്നെ കാണാത്തെ? യേശുവിന് എന്നെ കാണാനുള്ള ക്വാളിറ്റി എനിക്കില്ല. ഈ നാട്ടിൽ എന്നെ ശ്രദ്ധിക്കുന്നവർ കേട്ടോ, നമ്മൾ ദൈവങ്ങളെ തേടി ഓടുകയാണ്. എന്നിട്ടും ചെയ്തു കൂട്ടുന്നതിൻ്റെ അവസാനം എന്താ പറയുന്നത്? ഒന്നും ശരിയായില്ല, ഇനിയും ചെയ്യണം, ഇനിയും ചെയ്യണം. മന്ത്രവാദങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ നാട്ടിൽ യാദൃച്ഛികമായി എന്നെ കേൾക്കുന്നെങ്കിൽ ഈ രാത്രിയോടെ നിർത്തിക്കോണം. ഇല്ലെങ്കിൽ നിന്റെ വീടും തകരും, കുടുംബവും തകരും, അടിസ്ഥാനം ഇളവും, നിന്റെ തലമുറ നശിക്കും. അതാണ് മന്ത്രവാദത്തിൻ്റെ ദുർസ്പിരിറ്റ്. അത് നിന്നെ രക്ഷിക്കുക അല്ല, അത് നിന്നെ ശിക്ഷിക്കുകയാണ്. നീ താൽക്കാലിക രക്ഷയാണ് നോക്കുന്നത്. പക്ഷെ താൽക്കാലിക രക്ഷ നിന്റെ മുമ്പിൽ വരുമ്പോൾ നിന്റെ ജനറേഷൻ ടു ജനറേഷൻ നശിച്ചു പോകും. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത് താൽക്കാലിക രക്ഷയല്ല, നിത്യ രക്ഷയാണ്. കാരം ചേർത്ത് അടിച്ച് പലരും നിന്നെ ചതിക്കും. അങ്ങനെ ചെയ്താൽ രക്ഷപ്പെടും, ഇങ്ങനെ ചെയ്താൽ രക്ഷപ്പെടും. നോ. അതിനകത്ത് സകലതും അനുഭവിച്ചിട്ട് വന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയാം, ആരും അറിയാതെ മന്ത്രവാദങ്ങൾ, ആഭിചാരങ്ങൾ, അതൊക്കെ അനുഷ്ഠിക്കുന്ന ആരേലും ഈ ദേശത്തന്നെ കേൾക്കുന്നെങ്കിൽ സ്നേഹത്തോടെയാണ് ഞാൻ പറയുന്നത്, അതെല്ലാം നിർത്തണം. അത് തലമുറകളെ നശിപ്പിക്കുന്ന പരിപാടിയാണ്. അത് കുടുംബങ്ങളുടെ അടിത്തറ ഇളക്കും. കാരണം അത് ആചാരമല്ല, അത് ദുരാചാരമാണ്. സക്കായിക്ക് യേശുവിനെ കണ്ടാൽ മതി, യേശു സക്കായിയെ കാണണ്ട. അതുകൊണ്ട് അയാൾ കാട്ടത്തിയുടെ മുകളിൽ കയറിയിരുന്നു. പക്ഷെ ഞാൻ രക്ഷയുടെ ശക്തി പറയട്ടെ, ആ നാട് മുഴുവൻ നരകപുത്ര എന്ന് വിളിച്ചപ്പോൾ യേശു വന്നിട്ട് അബ്രഹാമിൻ്റെ പുത്ര എന്നാണ് വിളിച്ചത്. കരമടിക്കാൻ തോന്നുന്നെങ്കിൽ ഒന്ന് കരമടിക്കും. നാട് മുഴുവൻ നിന്നെ നിന്ന വാക്കുകൾ മാത്രം പറഞ്ഞപ്പോൾ, കുടുംബക്കാർ മുഴുവൻ ശപിക്കപ്പെട്ടവളെ എന്ന് പറഞ്ഞപ്പോൾ, നീ സ്നേഹിച്ചവരും നിന്നെ സ്നേഹിച്ചവരും നിന്റെ വിരൂപത മാത്രം സംസാരിച്ചപ്പോൾ, നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന യേശു അതല്ല സംസാരിച്ചത്. ലോകം സംസാരിച്ചതല്ല യേശു സംസാരിച്ചത്. ലോകം വിളിച്ചതല്ല യേശു വിളിച്ചത്. ലോകം മുഴുവൻ അവനെ നരകത്തിൻ്റെ മകനെ എന്ന് വിളിച്ചപ്പോൾ യേശു അവനെ അബ്രഹാമിൻ്റെ മകനെന്ന് വിളിച്ചു. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ പറയാം, ഈ ദേശത്തിൻ്റെ കേൾക്കുന്നവരോട് ഞാൻ പറയാം, ലോകം നിന്നെ എന്ത് വിളിക്കുന്നു എന്നല്ല, നാട്ടുകാരെന്ത് വിളിക്കുന്നു എന്നല്ല, യേശു എന്ത് വിളിക്കുന്നു. യേശു വിളിച്ചത് അബ്രഹാമിൻ്റെ മകനെ. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പുത്രനെന്ന്. എല്ലാവരും പറഞ്ഞു എവിടെ യേശു പോയി, പക്ഷെ യേശുവിന് പരിധിയില്ല.
നിങ്ങൾ അതിർവരമ്പുകൾ വരച്ചിരിക്കുകയായിരിക്കാം, പക്ഷേ യേശുവിന് അതിർവരമ്പുകളില്ല. ഞാൻ ഈ രാത്രി ഇവിടുത്തെ പല വീടുകളിലും യേശു ഇറങ്ങി വരുന്നത് കാണുന്നു. ഇവിടുത്തെ പല കുടുംബങ്ങൾക്കകത്തും യേശു ഇറങ്ങി നിൽക്കുന്നത് കാണുന്നു. ഈ രാത്രി ദേശത്ത് ചിലരുടെ ഉറക്കത്തിൽ യേശു വെളിപ്പെടുന്നു, ചിലരുടെ സ്വപ്നങ്ങളിൽ വെളിച്ചം വരുന്നു. കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന സ്ഥലങ്ങളിൽ കൺവെൻഷൻ കഴിയുമ്പോൾ ആ ദേശത്ത് നടക്കുന്ന ചില സൂപ്പർ നാച്ചുറൽ പ്രവൃത്തികളാണ് ഞാൻ ഈ രാത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ യേശു ആരെന്നറിയാത്ത നിന്റെ ഭവനത്തിനകത്ത് യേശു വെളിപ്പെടും. എത്ര മനോഹരമായ രക്ഷ, എത്ര മനോഹരമായ രക്ഷ! ഇതിലേശു പറഞ്ഞ ഉപമകൾക്കകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം, നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ച് കണ്ടെത്തി. അന്വേഷിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം, കണ്ടെത്തുന്ന ദൈവമാണ്. എൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടാൽ ഞാൻ അന്വേഷിക്കും, കുറച്ചു നേരം അന്വേഷിക്കും, 2 ദിവസം അന്വേഷിക്കും. കിട്ടിയില്ല എന്ന് കണ്ടാൽ ഞാൻ പറയും പോട്ടെ എന്ന് പറയും. ഞാൻ ആ നഷ്ടത്തെ അങ്ങ് സഹിക്കും. പക്ഷെ നമ്മുടെ ദൈവം അങ്ങനല്ല. അവൻ അന്വേഷിച്ചിട്ട് പോട്ടെ എന്ന് പറയില്ല, എന്തായാലും അങ്ങ് സഹിക്കാം എന്നും പറയത്തില്ല. കണ്ടു കിട്ടുന്നത് വരെ അന്വേഷിക്കും. ഒരുപക്ഷെ ഇന്ന് രാത്രി നിങ്ങളുടെ ജനാലയ്ക്കകത്തുകൂടെ നിന്റെ വീടിനകത്ത് വരുന്ന ഈ സുവിശേഷ ശബ്ദം അതൊരു അന്വേഷണമാണ്. കാരമടിച്ച് കർത്താവിനെ സ്തുതിച്ചോ. നിന്റെ വീടിന്റെ തൊട്ടടുത്ത് ഈ ചെറിയ സഭ ഒരുമിച്ച് ഇങ്ങൊരു യോഗം നടത്തി. ഈ ശബ്ദം നിങ്ങളുടെ വീടിനകത്തേക്ക്, നിങ്ങളുടെ കർണപുടങ്ങളിലേക്ക് ഇത് ഒഴുകി വരുന്നതിന് കാരണം ഇതൊരു അന്വേഷണമാണ്. നീ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, നീ നശിച്ചു പോകാതിരിക്കാൻ, നീ അവസാനിക്കാതിരിക്കാൻ നിന്നെ അന്വേഷിക്കുന്ന, നിന്നെ കണ്ടെത്തുന്ന രക്ഷകന്റെ അന്വേഷണം. നൂറാടുള്ള ഒരിടയന് ഒരാട് നഷ്ടപ്പെട്ടപ്പോൾ 99 മാറ്റിവെച്ച് നഷ്ടപ്പെട്ടതിനെ തേടിപ്പോയി. യഹൂദ നാട്ടിൽ ആടും ഇടയനും ഒക്കെ സുപരിചിതമാണ്. നമ്മുടെ വീട്ടിൽ 5 ആട് വളർത്തുന്ന പോലല്ല യഹൂദൻ്റെ നാട്ടിൽ ആട് വളർത്തുന്നത്. ഏറ്റവും കുറഞ്ഞത് 500-1000 അതിന് മുകളിലോട്ട് ആട്. അപ്പം അല്ലാതെ നമ്മുടെ വീട്ടിലെ 2 ആടിന് വേണ്ടി ആരും കാണാതെ അപ്പുറത്തെ പറമ്പിൽ ചെന്ന് പ്ലാവിനെ ഒടിച്ചെടുത്ത് ഇപ്പുറത്ത് കൊടുക്കുന്ന പരിപാടിയല്ല ഇവിടെ എഴുതി വച്ചേക്കുന്നത്. 500-1000 ആടുകളുമായി ഇടയന്മാർ കാടുകളിലേക്ക് പോകും. മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. ഈ ആടുകൾ ആമേൻ ഇടയൻ്റെ കൂടെ നടക്കും. ഈ ആടുകൾ ഇടയൻ്റെ കൂടെ നടക്കും. ഇവിടുത്തെ ചരിത്രം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എനിക്കിപ്പോൾ 1000 ആടുണ്ടെങ്കിൽ എൻ്റെ ഇടയനും എൻ്റെ ആടുമായി കാട്ടിലേക്ക് ചെല്ലും. ഈ പാസ്റ്ററിന് 1000 ആടുകളുണ്ടെങ്കിൽ ഈ പാസ്റ്റർ നിയമിച്ചിരിക്കുന്ന ഇടയനും അവരുടെ ആടുകളുമായി കാട്ടിലേക്ക് വരും. അങ്ങനെ പല ഇടയന്മാർ അവരുടെ ആടുകളുമായി കാട്ടിൽ സമ്മേളിക്കും. എന്നിട്ട് ഈ ആടുകളെല്ലാം ഒന്നാകും. പിന്നെ ഇവിടെ ആടുകൾ ഒന്നായാലും ഇടയന്മാരൊന്നാകില്ല. എല്ലാ സ്തോത്രവും പോയി. പക്ഷെ നമ്മളെല്ലാവരുടെ ഈ മൈക്ക് കിട്ടിയാൽ നമ്മൾ പറയും നമ്മൾ ഒരുമിച്ച് അവിടെ കാണും. അതൊക്കെ ഇനി നടക്കാൻ പോകുന്ന വലിയ അത്ഭുതങ്ങളാണ്. കാണുവോ അതൊന്നും ഞാൻ ഇപ്പോഴേ പറഞ്ഞ് പ്രത്യാശ കളയുന്നില്ല. അവിടെ ഒരുമിച്ച് കാണും, പക്ഷെ ഇവിടെ ഒരുമിച്ച് കാണൂല. സ്വർഗത്തിൽ ചെന്ന് ഞങ്ങൾ ഒരുമിച്ച് കാണും. ഇവിടെ ആ ജംഗ്ഷനിൽ നിന്ന് നോക്കിയാൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ ചതിക്കപ്പെടരുത്. ആടുകൾ ഒരുമിക്കും, ഇടയന്മാരും ഒരുമിക്കും. എന്നിട്ട് ഈ ആടുകൾ മുഴുവനായിട്ടാണ് ഈ തീറ്റ തേടി പോകുന്നത്. ഇടയന്മാരും ഒരുമിച്ചാണ് പോകുന്നത്. ഈ വൈകുന്നേരം ആകുമ്പോൾ ഈ ഇടയന്മാർ ആടുകളെയും കൊണ്ട് വന്നിട്ട്, ഇപ്പം ഈ എൻ്റെ ആട് ഇദ്ദേഹത്തിൻ്റെ ആട് ഇതെല്ലാം കൂടെ ഒന്നായാൽ പിന്നെ എൻ്റെ ആട് ഏതാണെന്ന് എനിക്കെങ്ങനെ അറിയാം? ഞാൻ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല. എന്നാൽ യഹൂദൻ്റെ നാട്ടിലെ പ്രത്യേകത, ഈ ആടുകൾ എങ്ങനെ ഒരുമിച്ചാലും എൻ്റെ ആടുകൾക്ക് എൻ്റെ ശബ്ദം അറിയാം. നിനക്ക് ദൈവത്തിൻ്റെ ശബ്ദം അറിയാമോ? നീ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ?
നിന്റെ ഭവനത്തിനകത്ത് നിറഞ്ഞു കിടക്കുന്നത് ദൈവശബ്ദമാണോ അതോ ലോകശബ്ദമാണോ? യേശു ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. അപ്പം മടങ്ങി വരുന്ന ഈ ആടുകളെ, ഇതിനകത്തുനിന്ന് എൻ്റെ ആടുകളെ ഞാൻ വേർതിരിക്കുന്നത്, ഉയർന്ന പാറയുടെ മുകളിൽ കയറി യഹൂദ ഇടയന്മാർ താഹു എന്ന എബ്രായ ഭാഷയിലൊരു ശബ്ദമുണ്ട്. നമ്മൾ ഈ പശുവിനെയും കൊണ്ട് പോകുമ്പോൾ പശുവിൻ്റെ ഉടമസ്ഥൻ ഉണ്ടാക്കുന്ന ശബ്ദം കേട്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ പശുവിനെയും വളർത്തിയിട്ടില്ല, ആടും കണ്ടിട്ടില്ല. എൻ്റെ ദൈവമേ, ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാൽ ഇന്ന് രാവിലെ ചൊവ്വാഗ്രഹത്തിൽ നിന്ന് വന്ന പോലെയാണ്. നിങ്ങളുടെ വീട്ടിൽ ആടുണ്ട്, നിങ്ങൾക്കും ആടിനും മാത്രം അറിയാവുന്ന ഒരു ഭാഷയുണ്ട്. ഇല്ല, അതെനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല, അത് എഴുതാനും പറ്റത്തില്ല. പക്ഷെ അത് നിങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങളുടെ പശു നിങ്ങളുടെ പുറകെ വരും. ഇനി അത് ഞാൻ എടുത്തു വെച്ച് ഉണ്ടാക്കിയാൽ അതെന്നെ മൈൻഡ് പോലും ചെയ്തു. ഈ നാട്ടിൻപുറത്ത് ഇത് പറഞ്ഞിട്ട് പോലും ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആട് അപ്പുറത്തെ പറമ്പിൽ നിന്ന് ഇപ്പുറത്തെ പറമ്പിൽ വരാൻ നിങ്ങളൊരു ശബ്ദം ഉണ്ടാക്കിയാൽ മതി. ഇതുപോലത്തെ ഒരു ശബ്ദമാണത്. ആ ഇടയൻ എഴുന്നേറ്റ ശബ്ദം പുറപ്പെടുവിക്കും. അപ്പോൾ എൻ്റെ ആടുകൾ തല ഉയർത്തും. അതിനെ ഞാൻ ഓരോന്നായി എണ്ണി എണ്ണി എൻ്റെ ഗുഹയ്ക്കകത്ത് കയറ്റും. എണ്ണി എണ്ണി കയറ്റും. ഞാൻ ഒന്ന് നിങ്ങളോട് പറയാം, ലോകത്തിൽ ഒരുപാട് ശബ്ദങ്ങളുണ്ട്. ഇനി ലോകത്തിൽ എത്ര ശബ്ദം കൊണ്ട് ഈ ലോകം നിറഞ്ഞാലും ഇടയന്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നവരായിരിക്കണം ഇടയന്റെ ആടുകൾ. കരം ചേർത്തടിച്ച് കർത്താവിനെ സ്തുതിച്ചോ. ദൈവത്തിൻ്റെ ശബ്ദത്തെ നീ മറക്കരുത്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയാത്തൊരനുഭവത്തിൽ എത്തരുത്. കാരണം ഇടയന്റെ അടുക്കലെത്താൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഇടയന്റെ ശബ്ദം കേൾക്കുക. ഒന്നാം മനുഷ്യനായ ആദാമിനും ഹവ്വയ്ക്കും ഒന്നാമത്തെ പരാജയം സംഭവിച്ചത് ദൈവശബ്ദത്തെക്കാൾ അധികം പാമ്പിന്റെ ശബ്ദത്തെ ശ്രദ്ധിച്ചു. ഒന്നാമത്തെ വീഴ്ചയുടെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? ദൈവം പറഞ്ഞു കൊടുത്ത ശബ്ദത്തെക്കാൾ അധികം പാമ്പ് പറഞ്ഞ ശബ്ദത്തെ ശ്രദ്ധിച്ചു. ഞാൻ ഈ രാത്രി വീണ്ടും നിങ്ങളോട് പറയാം, അന്ന് വന്ന വീഴ്ച ഇന്നും പല വീടുകളിൽ തുടരുന്നുണ്ട്. അന്ന് അനുഭവിച്ച വീഴ്ച ഇന്നും ചിലർ അനുഭവിക്കുന്നുണ്ട്. ദൈവശബ്ദത്തിലേക്കാൾ അധികം ലോക ശബ്ദത്തെ ശ്രദ്ധിച്ച്, ദൈവശബ്ദത്തെക്കാൾ അധികം സമൂഹത്തിൻ്റെ ശബ്ദം ശ്രദ്ധിച്ച്, ദൈവശബ്ദത്തെക്കാൾ അധികം ലോകം എന്തു പറയുന്നു എന്ന് ശ്രദ്ധിച്ച് അതിൻ്റെ പുറകെ നീ പോയാൽ നീ വീഴുകയാണ്, നീ തകരുകയാണ്. എന്നാൽ നിനക്ക് തകരാതിരിക്കണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ, ജീവിക്കണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ അതിനൊറ്റ വഴിയേ ഉള്ളൂ. ദൈവം പറഞ്ഞത് വിശ്വസിക്കുക, ദൈവത്തിന്റെ ശബ്ദത്തെ വിശ്വസിക്കുക, ദൈവം കൽപ്പിച്ചത് വിശ്വസിക്കുക. ഇതിന്റെ മുമ്പിൽ വന്ന ദൈവമക്കളെ, നിന്റെ കുടുംബത്തിനകത്ത് ആരൊക്കെ എന്തും പറയട്ടെ, എന്നാൽ ദൈവം പറഞ്ഞത് വിശ്വസിക്കേ. എന്റെ പാസ്റ്ററെ, ഡോക്ടർ അങ്ങനെ പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, സ്കാനിങ് റിപ്പോർട്ട് ഇങ്ങനെ പറയുന്നു, എക്സ്റേ ഇങ്ങനെ പറയുന്നു, അവരിത് പറഞ്ഞു, ഇവരത് പറഞ്ഞു, അപ്പുറത്തുള്ളവർ ഇങ്ങനെ പറഞ്ഞു, അവർ ഇതെല്ലാം പറഞ്ഞു. നിർത്ത്. അവരും ഇവരും എന്തു പറഞ്ഞെന്നല്ല, ദൈവം നിന്നോട് എന്തു പറഞ്ഞു. മറ്റുള്ളവരെന്തു പറഞ്ഞു എന്നറിയാം, നാട്ടുകാരെന്തു പറഞ്ഞെന്നറിയാം, ഡോക്ടർ എന്തു പറഞ്ഞെന്നറിയാം. പക്ഷെ വീണ്ടെടുക്കപ്പെട്ട നിന്നോട് ദൈവം എന്തു പറഞ്ഞെന്നറിയാമോ? ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കില്ല, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. ഇതറിയണം. ഈ ശബ്ദം അറിഞ്ഞാലേ ലോക ശബ്ദത്തെ ജയിക്കാൻ കഴിയൂ. ഹവ്വായ്ക്ക് പറ്റിയ പരാജയം, ആദാമിന് സംഭവിച്ച പരാജയം, ഒന്നാം മനുഷ്യനായ ദൈവത്തിന്റെ മക്കൾക്ക് സംഭവിച്ച പരാജയം, ദൈവശബ്ദത്തെക്കാൾ അധികം ലോക ശബ്ദത്തെ ശ്രദ്ധിച്ചു, പാമ്പിന്റെ ശബ്ദത്തെ ശ്രദ്ധിച്ചു. ഞാൻ ആരോടൊക്കെയോ പ്രവചിക്കുന്നു. എനിക്ക് അവിടെ വന്ന് നിങ്ങളുടെ തലയിൽ തൊട്ട് പ്രവചിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഇതൊരു കൺവെൻഷൻ യോഗമായതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി പ്രവചിക്കാം. നിന്റെ വീടിനകം നിറഞ്ഞു കിടക്കുന്നത് ദൈവശബ്ദം അല്ല.
ഇന്ന് നിന്റെ വീടിനകത്ത് നിറഞ്ഞു കിടക്കുന്ന ദൈവശബ്ദമല്ല, നിന്റെ വീടിനകത്ത് നിറഞ്ഞു കിടക്കുന്നത് മറ്റു പല ശബ്ദങ്ങളുമാണ്. എന്നാൽ ഇതൊരു കൺവെൻഷനാക്കി കളയാതെ, ഇതൊരു പ്രസംഗമാക്കി കളയാതെ ഈ രാത്രി മടങ്ങി വീട്ടിൽ കയറിയിട്ട് പറയണം, അന്യായമായ ശബ്ദങ്ങൾ അഴിഞ്ഞു പോകട്ടെ, അന്യായമായ ശബ്ദങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തു പോകട്ടെ. എൻ്റെ ഭവനം, എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം ദൈവ ശബ്ദം കൊണ്ട് നിറയട്ടെ. ഞാനൊരു പ്രവചനാത്മാവിൽ കൂടെ പ്രവചിക്കുക. വീണ്ടും എന്നെ ചില വീടുകൾ കാണിക്കുന്നു. വിലയില്ലാത്ത വാക്കുകൾ, ഒരു സാധാരണക്കാരൻ പോലും പറയാൻ മടിക്കുന്ന വാക്കുകൾ പ്രാർത്ഥിക്കുന്ന നീ നിന്റെ വീട്ടിൽ പറഞ്ഞ് നിറച്ചിരിക്കുക. അഭിഷേകമുള്ള നിന്റെ നാവ് കൊണ്ട് ഒരു സാധാരണക്കാരൻ പറയാൻ ലജ്ജിക്കുന്ന വാക്കുകൾ നിന്റെ വീടിനകത്ത് നീ പറഞ്ഞു നിറച്ചിരിക്കുക. ദൈവത്തിന്റെ ശബ്ദം അവിടെ ഇല്ല, പകരം പാപത്തിന്റെ ശബ്ദം അവിടെ ഉണ്ട്. എന്തിനാണ് ഈ കൺവെൻഷൻ വന്നത്? തിരികെ വീട്ടിൽ കാൽ വെക്കുമ്പോൾ പറയണം, എന്നെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ തലമുറയെ നശിപ്പിക്കാൻ കയറി വന്ന സകല ലോക ശബ്ദങ്ങളും ഈ രാത്രി ഇറങ്ങുകയാണ്. ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ ഈ ദേശത്ത് ദൈവ ശബ്ദം ഇറങ്ങുകയാണ്. മരണകരമായതും ആത്മഹത്യാപരമായതും ആക്സിഡന്റുകളുമായത് ഒരുപാട് മരണശബ്ദത്തെ ഈ കൺവെൻഷൻ മുഖാന്തരം ഈ ദേശത്ത് നിന്ന് റദ്ദാക്കിക്കൊണ്ട് ജീവന്റെ ശബ്ദം, ദൈവത്തിന്റെ ശബ്ദം, യേശുവിന്റെ ശബ്ദം ഈ ദേശത്തെ പിടിക്കുകയാണ്. ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുക. ഈ ഇടയൻ ആടുകളെ എണ്ണിക്കയറ്റുമ്പോൾ ഇടയനൊരു കാര്യം മനസ്സിലായി, ഒരാടിനെ കാണാനില്ല. സമയം സന്ധ്യ, ഇരുട്ട് വ്യാപരിച്ചു തുടങ്ങി. ഒരാട് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇടയന്റെ കുഴപ്പം കൊണ്ടല്ല ആട് നഷ്ടപ്പെട്ടത്. ഒരാട് നഷ്ടപ്പെട്ടത് ആടിന്റെ കുഴപ്പം കൊണ്ടാണ്. 99 ആടിനും ഇവിടെ നിൽക്കാമെങ്കിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടെങ്കിൽ അതിന് കാരണക്കാരൻ ഇടയനല്ല, അതിന് കാരണക്കാരൻ ആടാണ്. കാരണം എവിടെയോ വച്ച് കൂട്ടത്തീന്ന് എങ്ങോട്ടോ പോകാൻ ഇതാഗ്രഹിച്ച് പതിയെ പതിയെ കൂട്ടത്തീന്നകന്ന്, ബന്ധത്തീന്നകന്ന് അപ്പുറത്തെ കണ്ടത്തിലോട്ട് ചാടി, അവിടെ നിന്ന് അപ്പുറത്ത് ചാടി. അപ്പോഴും ഈ ആടിനൊരു ചിന്താഗതിയുണ്ട്, കുറച്ച് കഴിയുമ്പോൾ ഇടയൻ ശബ്ദം ഉണ്ടാക്കും, ഇടയൻ വിളിക്കും, അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓടി കൂട്ടത്തിൽ ചേരും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ആടറിഞ്ഞില്ല ഇതകന്നുകൊണ്ടിരുന്ന ദൂരം വളരെ വലുതായിരുന്നു. ഇടയൻ വിളിച്ചു, 99 ആടും കേട്ടു, പക്ഷെ ഈ ഒരുത്തൻ കേട്ടില്ല. ദൈവശബ്ദം കേൾക്കാൻ നിനക്ക് കഴിവില്ലെങ്കിൽ ഈ ലോകം നിന്നെ ചതിക്കും കുഞ്ഞേ, ഈ ലോകം നിന്നെ വഞ്ചിക്കും കുഞ്ഞേ. ദൈവശബ്ദം കേൾക്കാനുള്ള ആത്മതലം നിനക്കില്ലെങ്കിൽ ഈ മണ്ണ് നിന്നെ ചതിക്കും. അത് ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടവനെയും ചതിക്കുന്നു, വീണ്ടെടുക്കപ്പെട്ടവരെയും ചതിക്കുന്നു, ആത്മീകരെന്ന് പറഞ്ഞവരെയും ചതിക്കുന്നു, ലോകത്തെ മുഴുവൻ ചതിക്കുന്നു, യൗവന തലമുറയെ ചതിക്കുന്നു. അതിൻ്റെ നടുവിൽ നീയും നിന്റെ കുഞ്ഞും ജയകരമായി ജീവിക്കണമെങ്കിൽ ദൈവശബ്ദം കേൾക്കാൻ കഴിയണം. ദൈവശബ്ദം കേൾക്കാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നിൽ ചലിക്കണം. ഓ, ഈ രാത്രി ഒന്ന് പ്രാർത്ഥിക്ക്, കർത്താവേ, കർത്താവേ, ഈ വചനം എൻ്റെ ജീവിതത്തിൽ നിന്ന് പ്രവർത്തിക്കണേ. എൻ്റെ വീടിൻ്റെ അവസ്ഥ നിനക്കറിയാം, എൻ്റെ ആത്മീക അവസ്ഥ നിനക്കറിയാം, ഞാൻ എങ്ങനാ പോകുന്നതെന്ന് നിനക്കറിയാം, എൻ്റെ പ്രാർത്ഥനയുടെ ഗതി നിനക്കറിയാം, ഇപ്പോഴുള്ള എൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ അവസ്ഥ നിനക്കറിയാം, എല്ലാം നിനക്കറിയാം. എന്നാൽ ഈ രാത്രി എനിക്കൊരു ജീവൻ, എനിക്കൊരു പുനഃസ്ഥാപനം, എനിക്കൊരു തിരിച്ചു വരവ്, എനിക്കൊരു മാറ്റം സ്വീകരിക്കുക. നിന്റെ ഭവനത്തിന്റെ ഗതി മാറും. ഈ ആട് നഷ്ടപ്പെടാൻ കാരണം ആടിന്റെ കുഴപ്പമാണ്. പക്ഷേ നഷ്ടം സംഭവിച്ചു എന്ന് ഇടയനും മനസ്സിലായപ്പോ 99 അകത്ത് കയറ്റി ഇടയൻ ഇറങ്ങുകയാണ്. സുവിശേഷത്തിന്റെ സത്യം പറയാൻ പോവാ. ഞാൻ ചോദിച്ചു, ഇടയ
എങ്ങോട്ട് പോവുക? കാട്ടിലോട്ട് പോവുക. എന്തിനു പോവുക? ആടിനെ അന്വേഷിക്കാൻ പോവുക. എൻ്റെ ആട് നഷ്ടപ്പെട്ടു. നിങ്ങൾ ആ പദം ശ്രദ്ധിക്കണം. എൻ്റെ. നിങ്ങൾ കേൾക്കുന്നില്ല ഇതൊന്നും? സുവിശേഷത്തിൽ മറഞ്ഞിരിക്കുന്ന താക്കോലാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ. 400 വർഷം ഒരു ജനത ഒരു രാജ്യത്തിൻ്റെ അടിമത്വത്തിലായിരുന്നു, ഇസ്രായേൽ. 400ാമത്തെ വർഷം കഴിയുമ്പോൾ ദൈവം അവരെ വീണ്ടെടുക്കാൻ വന്നു. നമ്മൾ കണ്ടത് അവരുടെ അടിമത്വം മാത്രമാണ്. എന്നാൽ നമ്മൾ കാണാത്ത ഒന്നുണ്ട്. അവർ അനാഥരായിരുന്നു. ജോസഫ് മന്ത്രിയായിരുന്നപ്പോഴാണ് ഇവർ ആ രാജ്യത്ത് വന്നത്. അന്ന് അവർ അനാഥരല്ല. അവർക്ക് ചോദിക്കാനും പറയാനും ഒരു മന്ത്രിയുണ്ട്. ആ മന്ത്രിയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ മുകളിലാണ്. അതുകൊണ്ട് മന്ത്രിയുടെ ആൾക്കാർ സ്റ്റേറ്റിൻ്റെ ഗസ്റ്റുകളായിരുന്നു. മന്ത്രിയുടെ ആൾക്കാർ ഏറ്റവും സമൃദ്ധിയോടെ ജീവിച്ചേ. പക്ഷെ ഒരിക്കൽ ആ മന്ത്രി മരിച്ചു. ആ മന്ത്രി അറിയാത്തൊരു രാജാവ് രാജ്യത്ത് ഭരണം ഏറ്റെടുത്തു. ആ ഫറവോയ്ക്ക് ജോസഫിനെ അറിയില്ല. 1800 അല്ലെങ്കിൽ 940 അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇവിടെ ആരൊക്കെ ഭരിച്ചു, ഏതൊക്കെ വകുപ്പിൽ ഭരിച്ചു എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയത്തില്ല. ഇപ്പോ വന്ന രാജാവിന് ജോസഫിനെ അറിയില്ല. ജോസഫിനെ അറിയാത്തൊരു രാജാവ് വന്നപ്പോൾ ആ രാജാവ് ചോദിച്ചു, ആ ജനങ്ങൾ ആരാണ്? അവർ ഭയങ്കര ശ്രേഷ്ഠരായിട്ടാണല്ലോ ജീവിക്കുന്നത്. ഈജിപ്തുകാർ ജീവിക്കുന്നതിനേക്കാൾ സമൃദ്ധിയോടെ അവർ ജീവിക്കുന്നു. അപ്പോൾ ആരോ പറഞ്ഞു, ഇത് പണ്ടിവിടെ വന്നതാ. ഇവിടെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, മന്ത്രിയുടെ കെയർ വന്നതാ. ഈ രാജാവിന് മന്ത്രി അറിയത്തില്ല. രാജാവ് പറഞ്ഞു, ഇനി അവർ അങ്ങനെ ജീവിക്കണ്ട, അവരെ അടിമത്വത്തിലേക്ക് കൊണ്ടുപോകും. എല്ലാം നഷ്ടപ്പെട്ടു. ആ ജനം ഒരു അടിമത്വത്തിലേക്ക് പോയി. അവരെ പീഡിപ്പിച്ചു, അവരെ പണിയെടുപ്പിച്ചു, അവരെ നന്നായി അവരുടെ ജീവിതത്തെ നശിപ്പിച്ചു. ചോദിക്കാൻ ആരും ചെന്നില്ല. ഫറവോയ്ക്കറിയാം ഇവർ അനാഥരാണ്, ഇവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ചിലർ പ്രവർത്തിക്കുന്നുണ്ട്. സഭയെ തകർത്താൽ ആരും ചോദിക്കില്ല, പാസ്റ്റർമാരെ അടിച്ചാൽ ആരും ചോദിക്കില്ല, വിശ്വാസികളെ തെറി പറഞ്ഞാൽ ആരും ചോദിക്കില്ല. നിങ്ങൾ പറയണം, ചോദിക്കുന്ന ഞങ്ങളല്ല, ഞങ്ങൾ അനാഥരല്ല. ഇന്ത്യയിൽ വീണ്ടെടുക്കപ്പെട്ട സഭ അനാഥരല്ലെന്ന് വരുന്ന കാലത്തിൽ ദൈവം ഭാരതത്തിൽ തെളിയിക്കാൻ പോവാണ്. ഇത് വിശ്വസിക്കുന്നെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞോ. അപ്പൊ അടിമത്വത്തിൽ കിടന്ന ജനത്തെ ദൈവം വിടുവിക്കാൻ ഒരാളെ അയച്ചു. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. അടിമത്വം തകർക്കാൻ ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ അവർക്കൊരു ദേശം കൊടുക്കും. അവർ അടിമകളല്ല, അവർക്കൊരു നാടുണ്ട്. പക്ഷേ അടിമത്വം അഴിക്കുന്നതിന് മുമ്പ് ദൈവം ആദ്യം അഴിച്ചത് അവരുടെ അനാഥത്വമാണ്. അടിമത്വം അഴിക്കാൻ ദൈവത്തിൻ്റെ ശബ്ദം, അവർക്കൊരു ദേശമുണ്ട്. എന്നാൽ അനാഥത്വം അഴിക്കാൻ ദൈവം ഫറവയോട് പറഞ്ഞ ശബ്ദം എന്താണെന്നറിയോ? എൻ്റെ ജനം. വാക്കുകൾ വായിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞോ. ഇസ്രായേലിനെ വിടുവിക്കാനല്ല മോശയോട് ദൈവം പറഞ്ഞത്, എൻ്റെ ജനത്തെ വിടുവിക്കാൻ, എൻ്റെ ജനത്തെ ആരാധിക്കാൻ. ഇന്നു രാത്രി ഈ പരസ്യമായ പറമ്പിൽ നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നീ ഒരു മതത്തിൻ്റെ ആളല്ല, നീ ഒരു സംഘടനയുടെ ആളല്ല, നീ ഒരു പാരമ്പര്യത്തിൻ്റെ ആളല്ല, നീ ദൈവത്തിൻ്റെ ആളാണ്, നീ ദൈവത്തിൻ്റെ സ്വന്തമാണ്. എൻ്റെ ജനം, എൻ്റെ ജനം. ഇന്ന് രാത്രിയും ഈ ദേശത്തെ നോക്കി എൻ്റെ കർത്താവ് പറയുന്നത്, ഇവിടെ ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, മുസ്ലിമുണ്ട്, നിരീശ്വരവാദിയുണ്ട്. ഇങ്ങനെ ഒന്നുമല്ല. ഈ ജനത്തെ നോക്കി, ഏത് നമ്മൾ പെന്തക്കോസ്തുകാരെ നോക്കിയിട്ടല്ല, ഈ ദേശത്തെ നോക്കിയിട്ട് ദൈവത്തിന് ഒറ്റ വാക്കേ ഉള്ളൂ, എൻ്റെ ജനം. കാരണം നമുക്ക് 100 പേർക്ക് വേണ്ടി അല്ല യേശു മരിച്ചത്.
നമുക്ക് 100 പേർക്ക് വേണ്ടിയല്ല യേശു കാൽവരി പോയത്. നമുക്കത് മനസ്സിലായി, പക്ഷെ ഈ ജനത്തിന് മനസ്സിലായിട്ടില്ല. പക്ഷെ അവർക്കും കൂടെ വേണ്ടിയാണ് യേശു മരിച്ചത്. യേശു അവരുടേതും കൂടെതാണ്. ഇന്ന് അവരറിഞ്ഞില്ല, പക്ഷെ അവരറിയും. ഒരുമിച്ച് ആമേൻ പറയേ. ഈ സത്യം അവരെ സ്വതന്ത്രമാക്കും. ദൈവം പറയുന്നു, ഇതെന്റെ ജനം, എന്റെ ആട് എനിക്ക് നഷ്ടപ്പെട്ടു. ഈ മനുഷ്യൻ ഇറങ്ങി. ഞാൻ ചോദിച്ചു, ഈ ഇരുട്ടിൽ നിങ്ങളാടിനെ തേടിപ്പോയാൽ, ഈ ഇരുട്ടിലാണ് ക്രൂര മൃഗങ്ങൾ ഇറങ്ങുന്നത്, നിങ്ങളുടെ ജീവൻ അപകടത്തിലാകത്തില്ലേ? ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, എൻ്റെ ജീവനല്ല ഇവിടുത്തെ വിഷയം, എൻ്റെ ആട്. എനിക്ക് മനസ്സിലായി, ഇതൊരാട് പോയതല്ല, ഇതൊരു ബന്ധം പോയതാണ്. ഞാൻ ചോദിച്ചു, ആട് നിങ്ങളെ വിട്ടുപോയെങ്കിൽ അത് അതിൻ്റെ കുഴപ്പമാണ്, അത് തിരിച്ചു വന്നോളും. അപ്പോൾ ആ മനുഷ്യനോട് പറഞ്ഞു, ആടിന് മടങ്ങി വരാൻ കഴിയുമായിരുന്നെങ്കിൽ അതെപ്പോഴേ വന്നേനെ. അവനൊരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല. ഇനി ഒറ്റ കാര്യമേ ഉള്ളൂ, അവൻ ഇരിക്കുന്നിടത്ത് എനിക്ക് ചെല്ലാൻ കഴിയും. ഇതാണ് മോനെ ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം.